رب العالمين والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين ومن تبعهم بإحسان إلى يوم الدين والعاقبة للمتقين. إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. محمد رسول الله والذين معه أشداء على الكفار رحماء بينهم تراهم ركعا سجدا يبتغون فضلا من الله ورضوانا سيماهم في وجوههم من أثر السجود ذلك مثلهم في التوراة ومثلهم في الإنجيل كزرع أخرج شطأه فآزره فاستغلظ فاستوى على سوقه يعجب الزراع ليغيظ بهم الكفار وعد الله الذين آمنوا وعملوا الصالحات منهم مغفرة وأجرا عظيما. صدق الله العلي العظيم. صدق وبلغ رسوله الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. യോഗാധ്യക്ഷൻ പാളയം മുസ്ലിം ജമാഅത്തിന്റെ പ്രസിഡന്റ്, സ്നേഹസമ്പന്നരായ സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, രക്ഷിതാക്കളെ, സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ. അവന്റെ വിശുദ്ധ ഭവനത്തിനോട് ചേർന്ന് അവന്റെ ദീനിനെ കുറിച്ച് മനസ്സിലാക്കുവാൻ നാം ചെലവഴിക്കുന്ന ഈ സമയമത്രയും അല്ലാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. പ്രവാചകന്റെ സഹായികളാവുക എന്ന തലക്കെട്ടിൽ നിന്നുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ ഈ പ്രഭാഷണം നിർവഹിക്കപ്പെടേണ്ടത്. മനുഷ്യ സമൂഹത്തിന്റെ സന്മാർഗത്തിന് വേണ്ടി മാനവരാശിക്ക് ദിശാബോധം നൽകുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് പ്രവാചകന്മാരെ ഈ ലോകത്തേക്ക് നിയോഗിച്ചിട്ടുണ്ട്, അയച്ചിട്ടുണ്ട്. കാലഘട്ടത്തിന്റെ വിവിധ ദശാസന്ധികളിൽ ഏതാണ്ട് 1,24,000-ൽ പരം പ്രവാചകന്മാർ ഈ ലക്ഷ്യത്തിന് വേണ്ടി, ഈ ദൗത്യത്തിന് വേണ്ടി ലോകത്തേക്ക് കടന്നു വന്നിട്ടുണ്ട്. ആ കടന്നു വന്ന പ്രവാചകന്മാരിൽ 25 പ്രവാചകന്മാരുടെ പേര് മാത്രമേ പരിശുദ്ധ ഖുർആനിൽ പരാമർശിക്കുന്നുള്ളൂ. അങ്ങനെ ലോകത്തേക്ക് കടന്നു വന്ന് വിശുദ്ധ ഖുർആനിൽ പരാമർശിക്കപ്പെട്ട പ്രവാചകന്മാർ ആ പ്രവാചക പരമ്പരയിലെ ഒരു സുപ്രധാന കണ്ണിയാണ് ലോകത്തെ വേദക്കാർ എന്നറിയപ്പെടുന്ന ജൂത ക്രൈസ്തവ സഹോദരങ്ങൾ അബ്രഹാം എന്ന് വിളിക്കുന്ന, നാം ഇബ്രാഹിം എന്ന് വിളിക്കുന്ന മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. ഈ പ്രവാചക പാരമ്പര്യത്തിലെ മറ്റൊരു സുപ്രധാന കണ്ണിയാണ് ജൂതന്മാർ മോശെ അല്ലെങ്കിൽ മോസസ് എന്ന് വിളിക്കുന്ന
നാം മൂസ എന്ന് വിളിക്കുന്ന കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാം. ഈ പ്രവാചക പാരമ്പര്യത്തിലെ മറ്റൊരു കണ്ണിയാണ് ക്രൈസ്തവ സഹോദരങ്ങൾ ജീസസ് അല്ലെങ്കിൽ യേശു എന്ന് വിളിക്കുന്ന, നാം ഈസ എന്ന് വിളിക്കുന്ന മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം. ഈ പ്രവാചക കണ്ണിയിലെ മറ്റൊരു സുപ്രധാന കണ്ണിയാണ് സോളമൻ എന്ന് ബൈബിളിൽ പ്രതിപാദിക്കുന്ന, നാം സുലൈമാൻ എന്ന് വിളിക്കുന്ന മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം. അതേപോലെ തന്നെ യാക്കോബ് എന്ന് ബൈബിളിൽ പ്രതിപാദിക്കുന്ന മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. ജോസഫ് അല്ലെങ്കിൽ ഔസേഫ് എന്ന് ബൈബിളിൽ പ്രതിപാദിക്കപ്പെടുന്ന, നാം യൂസഫ് എന്ന് വിളിക്കുന്ന മഹാനായ യൂസഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. ദാവീദ് അല്ലെങ്കിൽ ഡേവിഡ് എന്ന് ബൈബിളിൽ പ്രതിപാദിക്കുന്ന മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. ലോത്ത് എന്ന് ബൈബിളിൽ പ്രതിപാദിക്കുന്ന മഹാനായ ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാം. നോഹ എന്ന് ബൈബിളിൽ വിളിക്കപ്പെടുന്ന മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. ഇതൊക്കെ തന്നെയും അടിസ്ഥാനപരമായി ലോകത്തേക്ക് കടന്നു വന്നിട്ടുള്ള അല്ലാഹുവിന്റെ പ്രവാചകന്മാരാണ്. അവർ അബ്രഹാം എന്ന് വിളിക്കുമ്പോൾ നാം ഇബ്രാഹിം എന്ന് വിളിക്കുന്നു. അവർ മോസസ് എന്ന് വിളിക്കുമ്പോൾ നാം മൂസ എന്ന് വിളിക്കുന്നു. അവർ ജീസസ് എന്ന് വിളിക്കുമ്പോൾ നാം ഈസ എന്ന് വിളിക്കുന്നു. അവർ സോളമൻ എന്ന് പറയുമ്പോൾ നാം സുലൈമാൻ എന്ന് പറയുന്നു എന്നതിനപ്പുറത്തേക്ക് ഉച്ചാരണത്തിലെ ഈ വ്യത്യാസമല്ലാതെ അടിസ്ഥാനപരമായി ഇവരൊക്കെ തന്നെയും ഈ ദൈവിക ദൗത്യവുമായി ലോകത്തേക്ക് കടന്നു വന്നിട്ടുള്ള അള്ളാഹുവിന്റെ പ്രവാചകന്മാരാണ് എന്നുള്ളതാണ്. ഈ പ്രവാചക പരമ്പരയിൽ അവസാനത്തെ കണ്ണിയാണ് മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമയിൽ നിന്ന് ആരംഭിച്ച് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നബുവത്തോടു കൂടി അവസാനിക്കപ്പെടുന്ന ഈ പ്രവാചകത്വ പരമ്പര ചരിത്രം നമ്മൾ പഠിക്കുക. അള്ളാഹുവിന്റെ ദീനിലേക്ക് മനുഷ്യ സമൂഹത്തെ നയിക്കുന്നതിന് വേണ്ടി ലോകത്തേക്ക് കടന്നു വന്ന ഈ അസംഖ്യം പ്രവാചകന്മാർ തങ്ങളുടെ ഈ പ്രബോധന ദൗത്യവുമായി സമൂഹത്തിലേക്ക് ഇറങ്ങിയപ്പോ അള്ളാഹുവിന്റെ ദീനിന്റെ പ്രബോധന മാർഗത്തിൽ ആദ്യഘട്ടത്തിൽ പ്രവാചകന്മാർക്ക് ലഭിച്ചത് ജനക്കൂട്ടത്തിന്റെ കയ്യടിയും അവരുടെ അംഗീകാരങ്ങളും അവരുടെ സ്നേഹങ്ങളും അവരുടെ ആദരവുകളും അവരുടെ പൂച്ചെണ്ടുകളും ആയിരുന്നില്ല. ഈ മാർഗത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകന്മാർ, അള്ളാഹുവിന്റെ ദൂതന്മാർ അവർക്ക് നേരിടേണ്ടി വന്നത് ജനക്കൂട്ടത്തിന്റെ കല്ലേറുകളായിരുന്നു, കൂക്കുവിളികളായിരുന്നു, ആരോപണങ്ങളായിരുന്നു, ആക്ഷേപങ്ങളായിരുന്നു, ക്രൂരമായ മർദ്ദനങ്ങളും പീഡനങ്ങളും ആയിരുന്നു. ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ക്രൂരതകൾ പ്രവാചകന്മാർക്ക് മേൽ ആവർത്തിക്കപ്പെട്ടിട്ടുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകന്മാരിൽ ചില മഹത്തുക്കളായ നബിമാർ ഈ പ്രബോധന മാർഗത്തിൽ ജീവൻ വരെ ത്യജിക്കേണ്ടി വന്നിട്ടുള്ള നബിമാരാണ്. ബനൂ ഇസ്രായേലുകൾ തന്നെ 40-ലേറെ പ്രവാചകന്മാരെ കൊന്നുകളഞ്ഞതായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ടല്ലോ. യഹിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം, സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം, ഇവരൊക്കെ തന്നെ ഇവരൊക്കെ കൊല്ലപ്പെട്ട പ്രവാചകന്മാരാണ്. ചരിത്രത്തിലെ ഒരു പ്രവാചകൻ ശത്രുക്കൾ തന്നെ കൊല്ലാൻ വേണ്ടി ഓടിയെടുക്കുന്നത് കണ്ടപ്പോ ഒരു വലിയ മരത്തിന്റെ പൊത്തിൽ അദ്ദേഹം അഭയം പ്രാപിച്ചു. ജനം അദ്ദേഹത്തെ കണ്ടെത്തുകയും ആ മരത്തോടുകൂടി അവർ ആ പ്രവാചകനെ അറുത്തു കളഞ്ഞു എന്ന് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകന്മാർക്ക് ദീനിന്റെ മാർഗത്തിൽ കടുത്ത പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്നു എന്നാണ് ഞാൻ സൂചിപ്പിച്ചതിന്റെ അർത്ഥം. ഒരുപാട് പ്രതിസന്ധികളെ അവർക്ക് ഈ മാർഗത്തിൽ തരണം ചെയ്യേണ്ടി വന്നു, ജീവൻ വരെ ത്യജിക്കേണ്ടി വന്ന പ്രവാചകന്മാർ. പക്ഷേ ഈ പ്രതിസന്ധി നിറഞ്ഞ ഘട്ടത്തിലും ഈ മാർഗത്തിൽ തങ്ങൾ വെല്ലുവിളി നേരിട്ടുകൊണ്ടിരുന്ന ഈ പരീക്ഷണ ഘട്ടത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകന്മാരെ പിന്തുണക്കുവാനും വിശ്വസിക്കുവാനും അവരെ സഹായിക്കുവാനും വേണ്ടി ചരിത്രത്തിൽ എല്ലാ കാലത്തും സത്യത്തിന്റെ കൂടെ നിൽക്കാൻ ഒരു ന്യൂനപക്ഷമെങ്കിലും തയ്യാറായിട്ടുണ്ട്. സമൂഹത്തിലെ ഭൂരിപക്ഷവും മറുപക്ഷത്ത് നിൽക്കുന്നോ പ്രവാചകന്മാർക്കെതിരെ നിന്നപ്പോ പ്രവാചകന്മാരെ പിന്തുണക്കുന്നത് സാഹസികമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അള്ളാഹുവിന്റെ പ്രവാചകന്മാരെ സംരക്ഷിക്കുവാൻ വേണ്ടി ധീരോദാത്തമായ നിലപാടെടുത്തുകൊണ്ട് ചരിത്രത്തിൽ രംഗത്ത് വന്നിട്ടുള്ള കുറെ സഹായികളെ നമുക്ക് കാണാൻ കഴിയും.
പ്രവാചകന്മാർ തങ്ങളുടെ പ്രബോധന മാർഗത്തിൽ നേരിട്ട പരീക്ഷണ ഘട്ടത്തിൽ അവരെ പിന്തുണക്കുവാൻ വേണ്ടി, സഹായിക്കുവാൻ വേണ്ടി രംഗത്ത് വന്ന ഈ നല്ല മനുഷ്യരെ ഖുർആൻ വിളിച്ച പേര് അൻസാറുല്ലാഹ്, അള്ളാഹുവിന്റെ സഹായികൾ എന്നതാണ്. അവരെ തന്നെയാണ് പ്രവാചകന്മാരുടെ സഹായികൾ എന്നും ഖുർആൻ തന്നെ നമുക്ക് മനസ്സിലാക്കി തരുന്നു. മൻ അൻസാരി ഇലല്ലാഹ് ഫലമ്മാ അഹസ്സ ഈസാ മിൻഹുൽ കുഫ്റ ഖാല മൻ അൻസാരി ഇലല്ലാഹ് ഖാലൽ ഹവാരിയൂന നഹ്നു അൻസാറുല്ലാഹ്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, യേശു 30 വയസ്സ് വരെ ഈസാ നബിക്കെതിരെ അവർ വ്യഭിചാരിയുടെ പുത്രന്റെ ആരോപണം ഉന്നയിച്ചിട്ടില്ല. 40 വയസ്സ് വരെ നബിയെ സംബന്ധിച്ച് കള്ളൻ എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അല്ലമീൻ എന്ന് വിളിച്ച അതേ നാമം കൊണ്ട് തന്നെ എപ്പോഴാണ് നീ കള്ളനാണ് എന്ന് അവർ നബിയെ പറ്റി പറഞ്ഞത്? 40ാമത്തെ വയസ്സിൽ നുബുവത്തിന്റെ ദൗത്യം ഏറ്റെടുത്തപ്പോൾ. യേശുവിനെ കുറിച്ച് ഈസാ നബിയെ സംബന്ധിച്ച് 30 വയസ്സ് വരെ അവർ ആരോപണം ഉന്നയിച്ചില്ല. 30ാമത്തെ വയസ്സിൽ ദൗത്യവുമായി സമൂഹത്തിലേക്ക് ഇറങ്ങിയപ്പോൾ അവർ പറഞ്ഞു, നീ വ്യഭിചരിച്ചുണ്ടായ ഒരു സ്ത്രീയുടെ മകനല്ലേ? അവിടെ നിന്ന് തുടങ്ങുന്നു അദ്ദേഹത്തിനെതിരെയുള്ള ആരോപണങ്ങൾ. ഉന്മൂലനം ചെയ്യുവാനുള്ള ശ്രമങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. ചരിത്രത്തിൽ ചില പ്രവാചകന്മാരെ ഇസ്രായേലികൾ കൊന്നു, നബിമാരെ കൊല്ലാൻ ശ്രമിച്ചു, ഈസാ നബിയെ കൊല്ലാൻ ശ്രമിച്ചു. പക്ഷെ അള്ളാഹു അദ്ദേഹത്തെ രക്ഷപ്പെടുത്തുകയായിരുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും കൊല്ലാൻ ശ്രമിച്ചു, നബിയുടെ വീട് വളഞ്ഞു കൊല്ലുവാൻ വേണ്ടി. ഞാൻ പറഞ്ഞത് ചരിത്രത്തിലുടനീളം പ്രവാചകന്മാർ വധശ്രമം നേരിടുകയോ വധിക്കപ്പെടുകയോ ചെയ്തിട്ടുള്ളവരാണ്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം കടുത്ത പ്രതിസന്ധി നേരിട്ട ഒരു ഘട്ടത്തിൽ തന്റെ സമൂഹത്തിൽ നിന്ന് നിഷേധത്തിന്റെ അങ്ങേയറ്റത്തെ ലക്ഷണം അനുഭവപ്പെട്ടപ്പോ അവരിൽ നിന്ന് ധിക്കാരവും നിഷേധവും വല്ലാതെ അനുഭവപ്പെട്ടപ്പോ ഈസാ നബി സമൂഹത്തിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ചോദിച്ചു, മൻ അൻസാരി ഇലല്ലാഹ്, അള്ളാഹുവിന്റെ ഈ മാർഗത്തിൽ, ഈ സത്യമാർഗത്തിൽ എന്നെ സഹായിക്കാൻ ആരുമില്ലേ നിങ്ങളുടെ കൂട്ടത്തിൽ? എന്നെ സഹായിക്കുവാൻ ആരുണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ? ഖാലൽ ഹവാരിയൂന നഹ്നു അൻസാറുല്ലാഹ്, ഹവാരിയങ്ങൾ എന്ന് പറയുന്ന ഒരു സംഘം എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, ഞങ്ങളുണ്ട് അങ്ങയുടെ സഹായികളായി ദീനിന്റെ മാർഗത്തിൽ. അള്ളാഹുവിന്റെ സഹായികളായി ഞങ്ങളുണ്ട് താങ്കൾക്കൊപ്പം എന്ന് പറഞ്ഞ ഹവാരിയങ്ങളെ പറ്റി പരിശുദ്ധ ഖുർആൻ പറയുന്നു. പ്രവാചകന്മാരുടെ സഹായികളായി ഖുർആൻ പേര് പറഞ്ഞവരും പേര് പറയാത്തവരും, ഗ്രൂപ്പുകളും വ്യക്തികളും, അവരൊക്കെ ചരിത്രത്തിൽ ഇടം നേടിയത് എങ്ങനെയെന്ന് നിങ്ങൾ അറിയണം. നിങ്ങൾ നോക്കൂ, സൂറത്ത് യാസീൻ പരിശുദ്ധ ഖുർആനിലെ നാം ഏറ്റവും കൂടുതൽ പാരായണം ചെയ്യുന്ന സൂറത്തായിരിക്കുമല്ലോ സൂറത്ത് യാസീൻ. കൽബുൽ ഖുർആൻ, ഖുർആനിന്റെ ഹൃദയം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ആ വിശുദ്ധ അധ്യായം. സൂറത്ത് യാസീനിൽ ഒരു വലിയ വിപ്ലവകാരിയെ പരിശുദ്ധ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. وَضْرِبْ لَهُمْ مَثَلًا أَصْحَابَ الْقَرْيَةِ إِذْ جَاءَهَا الْمُرْسَلُونَ إِذْ أَرْسَلْنَا إِلَيْهِمُ اثْنَيْنِ فَكَذَّبُوهُمَا فَعَزَّزْنَا بِثَالِثٍ فَقَالُوا إِنَّا إِلَيْكُمْ مُرْسَلُونَ. നബിയേ, وَضْرِبْ لَهُمْ مَثَلًا أَصْحَابَ الْقَرْيَةِ, ഈ മക്കയിലെ ജനങ്ങൾക്ക്, താങ്കളോട് ധിക്കാരം കാണിക്കുന്ന ജനങ്ങൾക്ക് ചരിത്രത്തിലെ ഒരു നാടിന്റെ കഥ താങ്കളൊന്ന് വിവരിച്ചു കൊടുക്കുക. ചരിത്രത്തിലെ കഴിഞ്ഞുപോയ ഏതോ ഒരു നാടിന്റെ കഥ വിശുദ്ധ ഖുർആൻ പ്രവാചകന്റെ സമൂഹത്തിന് പറഞ്ഞു കൊടുക്കുകയാണ് നബിയുടെ നാവിലൂടെ. നബിയോട് പറയുന്നു, ചരിത്രത്തിൽ ആ നാടിന്റെ കഥ നീ നിന്റെ ജനതയ്ക്ക് പറഞ്ഞു കൊടുക്കുക. ആ നാടിനെ പറ്റി പല അഭിപ്രായങ്ങളുണ്ട്. ഏറ്റവും പ്രബല ഒരു അഭിപ്രായം, ആ നാട് അന്തോക്കിയ എന്ന് പറയുന്ന ഒരു പ്രദേശമാണ് എന്നാണ്. ചരിത്രത്തിലെ അന്തോക്കിയ അല്ലെങ്കിൽ അന്താക്കിയ എന്നും ഉച്ചരിക്കപ്പെടുന്ന ഒരു നാട്, മഹാധിക്കാരികളായ ഒരു ജനത, വിഗ്രഹങ്ങളെ പൂജിച്ചിരുന്ന, പലിശ, മദ്യം, ചൂത് തുടങ്ങിയ സകല തിന്മകളെയും പേറിയിരുന്ന ഒരു നാട്. ആ നാട്ടിലേക്ക് അല്ലാഹു തആല ആ നാട്ടിലെ ജനങ്ങളെ നന്നാക്കുവാൻ വേണ്ടി 2 പ്രവാചകന്മാരെ ആദ്യം അയച്ചു. ഇത് അർസൽനാ ഇലൈഹിം ഉസ്നൈനി, 2 നബിമാരെ. സാധാരണ ചരിത്രത്തിൽ നമുക്ക് കാണാം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് നബി മാത്രമേ അന്ന് ഈ ദൗത്യം നിർവഹിച്ചിരുന്നുള്ളൂ, വേറൊരു നബി ലോകത്തില്ലായിരുന്നു. എന്നാൽ മുൻഗാമികളായ പ്രവാചകന്മാരുടെ കാലത്ത് ഒരേ നാട്ടിൽ ഒന്നിൽ കൂടുതൽ പ്രവാചകന്മാർ ഒരേ സമയം ഉണ്ടായിരുന്നു. ഒരേ സമയം ഒന്നിൽ കൂടുതൽ നബിമാർ
അത് ഒരു നാട്ടിൽ തന്നെ ഈ പറയുന്ന നാടിനെ നന്നാക്കുവാൻ വേണ്ടി ആ നാടിന്റെ അവസ്ഥ മനസ്സിലാക്കിയപ്പോ ഒരു നബിയെ കൊണ്ട് തീരാവുന്നതല്ല എന്ന് മനസ്സിലാക്കിയപ്പോ അല്ലാഹു തആല പറഞ്ഞു, ഇത് അർസൽനാ ഇലൈഹിം ഇസ്നൈനി ഫകദ്ദബൂഹുമാ, രണ്ട് നബിമാരെ നാം ആ നാട്ടിലേക്ക് അയച്ചു കൊടുത്തു. പക്ഷേ ആ രണ്ട് നബിമാരെയും ഈ ജനം കളവാക്കി. ഫകദ്ദബൂഹുമാ ഫഅസ്സസ്നാ ബിസാലിസിൻ, അപ്പോൾ മൂന്നാമതൊരു നബിയെ കൂടി നാം അയച്ചു കൊടുത്തു. മൂന്നാമതൊരു നബിയെ കൂടി ആ നാട്ടിലേക്ക് അയച്ചു. അങ്ങനെ ഒരു നാട്ടിൽ 3 നബിമാർ. ഈ 3 നബിമാരും ആ നാട്ടിൽ ചെന്ന് സമൂഹത്തോട് പറഞ്ഞു, ഇന്നാ ഇലൈക്കും മുർസലൂൻ, ഞങ്ങൾ നിങ്ങളിലേക്ക് അയക്കപ്പെട്ട അല്ലാഹുവിന്റെ മുർസലുകളാണ്, പ്രവാചകന്മാരാണ് കേട്ടോ. ഇത് അർസൽനാ ഇലൈഹിം ഇസ്നൈനി ഫകദ്ദബൂഹുമാ ഫഖാലൂ ഇന്നാ ഇലൈക്കും മുർസലൂൻ. പക്ഷേ ഈ ജനം പറഞ്ഞു, ഇല്ല, മാ അൻതും ഇല്ലാ ബശറുൻ മിത്ലുനാ വമാ അൻസല റഹ്മാനു മിൻ ഷൈഇൻ ഇൻ അൻതും ഇല്ലാ തക്ദിബൂൻ. നിങ്ങൾ നബിമാരല്ല, നിങ്ങളെ ഞങ്ങൾ നബിമാരായിട്ട് അംഗീകരിക്കില്ല. നിങ്ങൾ എങ്ങനെ നബിമാരാകും? നിങ്ങൾ ഞങ്ങളെ പോലെ സാധാരണ മനുഷ്യരല്ലേ. ഇൻ അൻതും ഇല്ലാ ബശറുൻ മിത്ലുനാ വമാ അൻസല റഹ്മാനു മിൻ ഷൈഇൻ. നിങ്ങൾ പ്രവാചകന്മാർ എന്നതിന്റെ തെളിവെവിടെ? ദൈവം തമ്പുരാൻ അങ്ങനെ ഒരു ദൃഷ്ടാന്തവും ഒന്നും കൊണ്ടുവന്നിട്ടില്ലല്ലോ. നിങ്ങളെ ഞങ്ങൾ നബിമാരായിട്ട് അംഗീകരിക്കും. നിങ്ങൾ കള്ളം പറയുകയാണ്. ഇന്നന്തും ഇല്ലാ തക്ദിബൂൻ. നബിമാര് പറഞ്ഞു, അല്ല, ഞങ്ങൾ കള്ളം പറയുകയല്ല. ഖാലൂ, അവർ പറഞ്ഞു, റബ്ബുനാ യഅലമു ഇന്നാ ഇലൈക്കും മുർസലൂൻ. ഞങ്ങളുടെ റബ്ബിനറിയാം, ഞങ്ങൾ നിങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട നബിമാർ തന്നെയാണ്. ഞങ്ങളെ കളവാക്കല്ലേ നിങ്ങൾ, ഞങ്ങളെ കളവാക്കല്ലേ നിങ്ങൾ. നബിമാർ അവരോട് പറഞ്ഞു നോക്കി. പക്ഷെ ജനം അതൊന്നും കേൾക്കാൻ തയ്യാറായില്ല. അവർ ആ 3 നബിമാരോടും പറഞ്ഞു, ഖാലൂ ഇന്നാ തതയ്യർനാ ബികും ലൈലം തൻതഹു ലനർജുമന്നകും വലയമസന്നകും മിന്നാ അദാബുൻ അലീം. നബിമാരാണ് എന്ന വാദമുയർത്തി ഞങ്ങളുടെ നാട്ടിലേക്ക് വന്ന ഈ 3 ആളുകളെ നിങ്ങളോട് ഞങ്ങൾ പറയും, ഇന്നാ തതയ്യർനാ ബികും, നിങ്ങൾ ഞങ്ങളുടെ നാടിന് ശകുനങ്ങളാണ്, ഞങ്ങളുടെ നാടിന്റെ ശകുനങ്ങളാണ് നിങ്ങൾ 3 പേരും. നിങ്ങൾ 3 പേരും ഈ നാട്ടിൽ വന്നത് മുതൽ ഞങ്ങളുടെ നാടിന് ശാപങ്ങളും നഷ്ടങ്ങളുമാണ്. നിങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് ശകുനം ഉണ്ടായിരിക്കുന്നു. ഇന്നാ തതയ്യർനാ ബികും ലൈലം തൻതഹു ലനർജുമന്നകും. അതുകൊണ്ട് നിങ്ങൾ 3 പേരും നിങ്ങളുടെ ഈ ദൗത്യവും ഈ പ്രസംഗമൊക്കെ നിർത്തി നാട്ടിൽ നിന്ന് പോകണം. പോയില്ല എങ്കിൽ ലൈലം തൻതഹു, ഈ നാട്ടിൽ നിന്ന് നിങ്ങൾ 3 പേരും പിരിഞ്ഞു പോയില്ല എങ്കിൽ ലനർജുമന്നകും, എറിഞ്ഞു കൊല്ലും ഞങ്ങൾ നിങ്ങളെ. വലയമസന്നകും മിന്നാ അദാബുൻ അലീം, നിങ്ങൾ ഊഹിക്കാൻ കഴിയാത്ത വേദന നിറഞ്ഞ ശിക്ഷ ആസ്വദിപ്പിക്കും നിങ്ങളെ ഞങ്ങൾ. 3 പേരും പൊക്കോടും. നിങ്ങളുടെ ഈ ദൗത്യം അവസാനിപ്പിച്ച് ഈ നാട്ടിൽ നിന്ന് 3 പേര് പോയേ പറ്റൂ. പോയില്ല എങ്കിൽ ഞങ്ങൾ എറിഞ്ഞു കൊല്ലും. നിങ്ങൾ ഈ നാടിന്റെ ശകുനങ്ങളാണ്. നബിമാര് പറഞ്ഞു, അല്ല ജനത, നിങ്ങൾ എന്താ ഈ പറയുന്നത്? ഞങ്ങൾ എങ്ങനെ നിങ്ങളുടെ ശകുനങ്ങളാകും? നിങ്ങളുടെ ശകുനങ്ങൾ നിങ്ങൾക്കൊപ്പം തന്നെയല്ലേ. ത്വായിറുക്കും, നിങ്ങൾക്ക് വല്ല ശകുനങ്ങളോ നഷ്ടങ്ങളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തന്നെയാണ് അതിന്റെ കാരണം. ഞങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ശകുനങ്ങളല്ല. അയ്യും ദുഃഖിർത്തും, നിങ്ങളെ ഉത്ബോധിപ്പിച്ചു എന്നതാണോ ഞങ്ങൾ ചെയ്യുന്ന തെറ്റ്? വല്ലന്തും കൗമും മുസ്രിഫൂൻ, നിങ്ങൾ വല്ലാതെ അതിര് കിടക്കുന്ന ഒരു ജനതയാണല്ലോ. എന്താ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത്? നബിമാര് പറഞ്ഞു നോക്കി, ഉപദേശിച്ചു നോക്കി, ഞങ്ങളെ ഓടിക്കല്ലേ നിങ്ങൾ എന്ന് പറഞ്ഞു നോക്കി. പക്ഷെ ജനം അതൊന്നും കേൾക്കാൻ തയ്യാറല്ല. അവർക്ക് നബിമാരെ കൊല്ലണം, അവർക്ക് നബിമാരെ കല്ലെറിഞ്ഞ് ഓടിക്കണം, നബിമാരെ വകവരുത്തണം. അങ്ങനെ ആ പ്രവാചകന്മാരെ തെരുവിൽ കല്ലെറിഞ്ഞ് കൊല്ലുവാൻ കൽശീലകളും കയ്യിൽ കിട്ടിയ വടികളുമായി നബിമാരെ 3 പേരെയും തെരുവിൽ ജനം വളഞ്ഞു വെച്ചിരിക്കുകയാണ്. ഒരു നാട്ടിൽ ചെന്ന 3 നബിമാരെ ജനം വളഞ്ഞിട്ട് തെരുവിൽ വെച്ച് അവരെ കല്ലെറിഞ്ഞ് കൊല്ലാൻ വേണ്ടി ജനം ഉറഞ്ഞു തുള്ളി. ഒരുത്തം തുടങ്ങിയാൽ മതി, എല്ലാവരും ആ നിമിഷം ആരംഭിക്കും. അങ്ങനെ പ്രവാചകന്മാർ ജനക്കൂട്ടത്തിന്റെ നടുവിൽ നിസ്സഹായരായി നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ അതാ വരുന്നു. അതാ മദീനയുടെ പട്ടണത്തിന്റെ അങ്ങേയറ്റത്ത് നിന്ന്, മദീന എന്ന് പറയുന്നത് ഇന്നത്തെ നമ്മുടെ നബിയുടെ മദീനയല്ല, അന്തോക്കിയാണ് നഗരമാണ്.
മദീന, പട്ടണത്തിന്റെ അങ്ങേ അറ്റത്തു നിന്നും ഒരു മനുഷ്യൻ ഓടി ശബ്ദമുണ്ടാക്കിയിട്ട് ഓടി വരുന്നു. എന്നിട്ട് പറയുന്നു, യാ ഖൗമി ഇത്തബിഉൽ മുർസലീൻ, എന്റെ ജനതേ, പ്രവാചകന്മാരെ എറിയല്ലേ നിങ്ങൾ, അപരാധം കാണിക്കല്ലേ, അവിവേകം കാണിക്കല്ലേ, നബിമാരാണ് അവർ, എറിഞ്ഞു കൊല്ലല്ലേ അവരെ, അങ്ങനെ ചെയ്യല്ലേ നിങ്ങൾ, പ്രവാചകന്മാരെ കൊന്നു എന്ന കുറ്റം ഏൽക്കേണ്ടി വരും നിങ്ങൾക്ക്. യാ ഖൗമി, എന്റെ ജനത എന്നാണ് അദ്ദേഹം വിളിച്ചത്. അദ്ദേഹം ആ നാട്ടുകാരനാണ്. ഈ ഓടി വന്ന മനുഷ്യൻ ആ നാട്ടിലെ ജനങ്ങളുടെ കൂട്ടത്തിൽ ഒരാളാണ്. അദ്ദേഹം സ്വന്തം ജനതയോട് പറയുന്നു, യാ ഖൗമി, എന്റെ ജനത, ഇത്തബിഉൽ മുർസലീൻ, ഈ നബിമാരെ നിങ്ങൾ പിൻപറ്റൂ. ഇത്തബിഉ മൻ ലാ യസ്അലുകും അജ്റൻ വഹും മുഹ്തദൂൻ. ഈ പ്രവാചകന്മാർ നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? ഒരു പ്രതിഫലവും അവർ നിങ്ങളോട് ചോദിച്ചോ ഈ ഉപദേശിച്ചതിന്റെ പേരിൽ? നിങ്ങളെ വാദ പറയാൻ വന്ന്, ഉപദേശിക്കാൻ വന്നതിന്റെ പേരിൽ, സന്മാർഗത്തിലേക്ക് നയിക്കാൻ വന്നതിന്റെ പേരിൽ വല്ല കൂലിയും അവർ ചോദിച്ചോ? പ്രസംഗത്തിന് ഇത്ര, ആദ്യം എമൗണ്ട് ഇത്ര വെക്കൂ, അഡ്വാൻസ് ഇത്ര. ലാഭേച്ഛയില്ലാതെ ദീനിന്റെ മാർഗത്തിൽ പണിയെടുക്കുന്ന നിസ്വാർത്ഥ നബിമാരല്ലേ അവർ. ഇത്തബിഉ, നിങ്ങൾ പിൻപറ്റൂ. ആരെ? മൻ ലാ യസ്അലുകും അജ്റ, ഒരു പ്രതിഫലവും അവർ നിങ്ങളോട് ചോദിച്ചിട്ടില്ലല്ലോ. നിസ്വാർത്ഥരല്ലേ അവർ. അവർ പണത്തിന് വേണ്ടിയാണോ നിങ്ങൾ ഉപദേശിച്ചത്? അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ആ നബിമാരൊന്നും ഉൾക്കൊള്ളാമായിരുന്നില്ല. യസ്അലുകും അജ്റ, എന്തിനാ നിങ്ങൾ ഈ നബിമാരെ ഇങ്ങനെ കൊല്ലുന്നത്? അവർ പറയുന്നത് നിങ്ങൾക്കൊന്നും കേൾക്കാനെങ്കിലും നിങ്ങൾ മനസ്സ് കാണിച്ചുകൂടെ എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ തെരുവിൽ നിന്നുകൊണ്ട് പ്രസംഗിക്കാറില്ല. എന്നിട്ട് സ്വന്തം അനുഭവം പറയാ, എന്റെ കാര്യം നോക്ക്, ഞാൻ നിങ്ങളുടെ നാട്ടുകാരനല്ലേ, ഞാൻ ഈ പ്രവാചകന്മാരെ വിശ്വസിച്ചതിന്റെ പേരിൽ ഇപ്പോ എന്റെ ജീവിതം എന്താ? ഏകനായ ദൈവത്തെ മാത്രമേ ഞാൻ ഇബാദത്ത് ചെയ്യുന്നുള്ളൂ. ഞാൻ എന്തിന്? കാരണം എന്നെ സൃഷ്ടിച്ചവനല്ലേ ഞാൻ വണങ്ങേണ്ടത്. എന്തിന് ഈ കൽവിഗ്രഹങ്ങളെ ഞാൻ പൂജിക്കണം? എന്തിന് ഈ കല്ലുകളുടെ മുമ്പിൽ ഞാൻ പ്രാർത്ഥന നടത്തണം? എന്നെ സൃഷ്ടിച്ചവനെ ഞാൻ പ്രാർത്ഥിക്കുകയുള്ളൂ, അവനോടെ ഞാൻ സഹായം തേടും, അവനെ ഞാൻ ആരാധിക്കും. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ചെല്ലേണ്ടതും ഈ സൃഷ്ടിച്ചവന്റെ അടുത്തേക്ക് തന്നെയല്ലേ? വൈലേഹി തുർജഊൻ, നിങ്ങളും വണങ്ങേണ്ടത് അവന്റെ അടുത്തിലേക്ക് തന്നെയല്ലേ? അങ്ങനെയുള്ളവരല്ലേ നമ്മൾ വണങ്ങേണ്ടത്, ഇബാദത്ത് ചെയ്യേണ്ടത്, ആരാധിക്കേണ്ടത്? എന്നെ സൃഷ്ടിച്ച ഈ തമ്പുരാനെങ്ങാനും എനിക്ക് വല്ല ദോഷവും വരുത്താൻ തീരുമാനിച്ചാൽ ഈ വിഗ്രഹങ്ങൾക്ക്, ഈ കല്ലുകൾക്ക് എന്നെ രക്ഷിക്കാൻ കഴിയുമോ? ഈ കല്ലുകൾ വന്ന് എന്നെ രക്ഷിക്കുമോ? എന്റെ ആപത്ത് തടയുമോ? എന്റെ തമ്പുരാൻ നിശ്ചയിക്കുന്ന വിധിയെ തടുക്കാൻ ഈ ദൈവങ്ങൾക്ക് കഴിയോ? ഈ കല്ലുകൾ തടുക്കുമോ? ഈ ചലിക്കാത്ത സാധനങ്ങൾ ഞാൻ എന്തിന് ആരാധിക്കണം? എന്റെ നിലപാട് നിങ്ങൾക്കും സ്വീകരിച്ചുകൂടെ എന്ന് പറഞ്ഞ് സ്വന്തം ജനതയോട് ഇദ്ദേഹം പ്രവാചകന്മാരുടെ കൂടെ ശബ്ദിക്കുക. അദ്ദേഹത്തിന് അറിയാം താൻ ഈ പറയുന്നതിന്റെ അപകടം. ആരോരുമില്ലാത്ത ആ നാട്ടിൽ പിന്തുണക്കാൻ ഒരാളുമില്ല ഈ നബിമാരെ. ഇപ്പൊ ഞാനിവിടെ ഒറ്റയ്ക്ക് ഈ നബിമാർക്ക് വേണ്ടി ശബ്ദിച്ചാൽ അതിന്റെ ഭവിഷ്യത്ത് നല്ലപോലെ അദ്ദേഹത്തിന് മനസ്സിലാക്കിയിരുന്നു. പക്ഷേ ഈ നിർണായക ഘട്ടത്തിൽ ഞാൻ മൗനം ദീക്ഷിച്ചാൽ അള്ളാഹുവിന്റെ പ്രവാചകന്മാരെ ജനം കൊല്ലും. അത് നോക്കി നിന്ന ഒരു കുറ്റവാളി എന്ന പേര് അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിൽ, അവന്റെ വിധി ഗ്രന്ഥത്തിൽ എന്റെ പേരിൽ രേഖപ്പെടുത്തപ്പെടുകയില്ലേ? ആ ഒറ്റ ബോധം, തനിക്ക് എന്ത് സംഭവിച്ചാലും ശരി നബിമാർക്ക് വേണ്ടി ഞാൻ ശബ്ദിക്കുമെന്ന നിലപാടെടുക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചു. എന്താ സംഭവിച്ചത്? ജനം അതോടുകൂടി അദ്ദേഹത്തിന്റെ നേരെ തിരിഞ്ഞു. ഓഹോ, അപ്പൊ നീയാണല്ലേ ഈ നാട്ടിൽ ഈ ബുദ്ധമാദികളുടെ വക്താവ് അല്ലേ? ഈ 3 നബിമാർ എന്ന് പറയുന്നവരുടെ ഈ നാട്ടിലെ വക്താവ്, അവരുടെ ആശയക്കാരൻ നീയാണല്ലേ എന്ന് ആദ്യം നിന്നെ കൈകാര്യം ചെയ്തിട്ട് മതി ഇവരുടെ കാര്യം എന്ന് പറഞ്ഞ ഈ ജനക്കൂട്ടം എന്ത് ചെയ്തു? നബിമാരെ കൊല്ലുന്നതിന്റെ മുമ്പേ ഈ ഓടി വന്ന മനുഷ്യൻ അങ്ങോട്ട് കൊന്നുകളെ എറിഞ്ഞു കൊന്നു. തെരുവിലിട്ട ഒരു പാവം വിശ്വാസിയും സത്യം പറഞ്ഞതിന്റെ പേരിൽ. സൃഷ്ടിച്ചവനെയല്ലേ ഇബാദത്ത് ചെയ്യേണ്ടത്? പ്രതിഫലം ചോദിക്കാതെ നബിമാരെ പിന്തുടർച്ചുകൂടെ എന്നൊക്കെ പറഞ്ഞ സത്യം വെളിപ്പെടുത്തിയതിന്റെ പേരിൽ ഈ മനുഷ്യനെ ജനം എറിഞ്ഞു കൊന്നു. അങ്ങനെ ജനക്കൂട്ടത്തിന്റെ കല്ലേറുകൊണ്ട് തെരുവിൽ പിടഞ്ഞു വീഴുന്ന സന്ദർഭത്തിൽ മലക്കുൽ മൗത്ത് അസ്രായീലിന്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന്റെ റൂഹ് പിടിക്കുമ്പോ
അദ്ദേഹത്തിന്റെ റൂഹിനെ കൊണ്ടുപോകുന്ന സന്ദർഭത്തിൽ ആ മനുഷ്യന്റെ ആത്മാവ് മന്ത്രിക്കുകയാണ്, ആ മനുഷ്യൻ ജനക്കൂട്ടത്തിന്റെ കല്ലേറുകൊണ്ട് അദ്ദേഹത്തിന്റെ റൂഹ് വേർപരിയുന്ന വേളയിൽ സ്വർഗം കാണിച്ചാണ് മലക്കുകൾ അദ്ദേഹത്തെ മരിപ്പിച്ചത്. അതെ, സ്വർഗം കണ്ടു മരിക്കും. അത്തരം സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ മലക്കുകൾ സ്വർഗം കാണിച്ച് സ്ഥൈര്യം കൊടുക്കും, പേടിക്കണ്ട, സഹിച്ചോളൂ, ദാ സ്വർഗത്തിലേക്ക് പോകാൻ പോകുന്നത്. അതിനേക്കാളും വലുത് വേറൊന്നില്ലല്ലോ. രക്തസാക്ഷിത്വം വരിക്കാൻ പ്രേരിപ്പിക്കുന്നത് അതാണ്, സ്വർഗം, അനശ്വരത. അങ്ങനെ സ്വർഗം കണ്ട വേളയിൽ ഈ പിടഞ്ഞു വീണ ഈ ആത്മാവ് ആഗ്രഹിച്ചു, അദ്ദേഹം സ്വയം പ്രാർത്ഥിച്ചു. അതാണ് ഖുർആൻ അവസാന യാസീനിൽ പറയുന്നത്. എന്താ? അദ്ദേഹത്തോട് പറയപ്പെട്ടു, നീ അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് പോന്നോളൂ. കീലദുഖുലിൽ ജന്ന. അപ്പൊ അദ്ദേഹം പറഞ്ഞത് എന്താ? ഖാല യാ ലൈത ഖൗമി യഅലമൂൻ. എന്റെ ജനത ഈ സത്യം ഒന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ, ബിമാ ഗഫറ ലി റബ്ബി വജഅലനി, എന്റെ റബ്ബ് എനിക്ക് പുറത്തു തന്നതും എന്റെ റബ്ബ് സ്വർഗം നൽകി എന്നെ ആദരിച്ചതുമൊക്കെ ഈ സത്യം എന്റെ ജനത ഒന്ന് മനസ്സിലാക്കി, പരലോകമുണ്ടെന്ന്, പരലോകം എന്നൊരു ലോകം, മരണാനന്തരം ഒരു ലോകം, ഒരു ജീവിതമുണ്ടെന്ന് എന്റെ ജനത ഈ സത്യം ഒന്ന് അറിഞ്ഞിരുന്നെങ്കിൽ, പടച്ചോനെ, ആ മനുഷ്യന്റെ മനസ്സ് അപ്പോഴും ആഗ്രഹിക്കുന്നത് അതാണ്. അപ്പോഴും തന്നെ കല്ലെറിഞ്ഞ് തെരുവിലിട്ട് കൊന്നവരോടുള്ള വിരോധമല്ല, അപ്പോഴും ആ മനുഷ്യന്റെ മനസ്സിന്റെ ആഗ്രഹം എന്താണ്? യാ ലൈത ഖൗമി യഅലമൂൻ, എന്റെ ജനത ഈ സത്യം ഒന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ. അതാണ് ഒരു പ്രബോധകന്റെ മനസ്സ്. ഉണ്ടോ ഇസ്ലാമിക പ്രബോധകന് ആത്യന്തിക വിരോധികൾ ആരെങ്കിലും? സൂറത്ത് യാസീനിലെ തെരുവിൽ പിടഞ്ഞു വീണ ഈ മനുഷ്യനുണ്ടല്ലോ, അദ്ദേഹത്തിന്റെ പേര് ഖുർആനിലില്ല. ഖുർആനിൽ ആകെപ്പാടി വന്നത് ജാഅ മിൻ അഖ്സൽ മദീനത്തി റജുലുൻ, പട്ടണത്തിന്റെ അങ്ങേ അറ്റത്ത് നിന്നും ഒരു മനുഷ്യൻ ഓടി വന്നു എന്നേ പറയുന്നുള്ളൂ, പേര് പറഞ്ഞിട്ടില്ല. പക്ഷെ മുഫസ്സിറുകൾ, ഖുർആൻ വ്യാഖ്യാതാക്കൾ അവരുടെ തഫ്സീറുകളിൽ അദ്ദേഹത്തിന്റെ പേര് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കിട്ടിയ അറിവനുസരിച്ച് അദ്ദേഹത്തിന്റെ പേര് ഹബീബുൻ നജ്ജാർ എന്നായിരുന്നു. അദ്ദേഹം ഒരു ആശാരിയായിരുന്നു. ആ നാട്ടിൽ ആശാരി പണിയെടുത്ത് ജീവിച്ച ഒരു സാധാരണക്കാരനാണ്. അദ്ദേഹം തന്റെ ആലയിൽ മരപ്പണി എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ആരോ ചെന്ന് അദ്ദേഹത്തോട് പറഞ്ഞു, ദാ നിങ്ങളുടെ 3 നബിമാരില്ലേ, അവരെ കൊല്ലാൻ ജനം തെരുവിൽ സംഘടിച്ചു നിൽക്കുന്നു, ഓടി ചെന്നില്ല എങ്കിൽ പ്രശ്നമാകും, ഗുരുതരമാകും. കേട്ട ഉടനെ തന്റെ പണിയൊക്കെ നിർത്തിയിട്ട് ആ പാവം മനുഷ്യൻ നബിമാരെ സംരക്ഷിക്കാൻ വേണ്ടി വീടും കുടുംബക്കും പണിയൊക്കെ ഉപേക്ഷിച്ചിട്ട് മദീനയിലേക്ക്, പട്ടണത്തിലേക്ക് ഓടി ചെന്നതാണ്. നബിമാരെ കൂടെ ഒന്ന് ശബ്ദിച്ചു നോക്കാൻ വേണ്ടി. കിട്ടിയതോ സ്വന്തം മക്കളെ പിന്നെ കാണാൻ കഴിഞ്ഞില്ല, സ്വന്തം കുടുംബത്തിലേക്ക് തിരിച്ചു പോകാൻ കഴിഞ്ഞില്ല. ഹബീബുൻ നജ്ജാറിന് നിങ്ങൾ അറിയണം, സൂറത്ത് യാസീൻ നിങ്ങൾ ഓതുമ്പോ ഹബീബുൻ നജ്ജാർ എന്ന് പറയുന്ന ഒരു ആശാരിയെ പറ്റിയാണ് കേട്ടോ നിങ്ങൾ ഓതിക്കൊണ്ടിരിക്കുന്നത്. ലോകാവസാനം വരെ സത്യവിശ്വാസികൾ അവരുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഓതുന്ന ഒരു സൂറത്തിൽ ഒരു സാധാരണക്കാരൻ എന്തുകൊണ്ട് ഇടം പിടിച്ചു എന്ന് ചോദിച്ചാൽ, ഹബീബുൻ നജ്ജാർ എന്ന ആശാരി നിർവഹിച്ച ചരിത്രപരമായ ദൗത്യം. എന്തിനാണ് ഈ ഹബീബുൻ നജ്ജാറിന്റെ ചരിത്രം? സൂറത്ത്, നിങ്ങൾ എന്താ വിചാരിച്ച യാസീനെ പറ്റി? സൂറത്ത് യാസീനിൽ ഈ ജാഅ മിൻ അഖ്സൽ മദീനത്തി റജുലുൻ എന്ന് പറയുന്ന ഈ വിപ്ലവകാരി തെരുവിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത് പ്രവാചകന്മാർക്ക് വേണ്ടി. അദ്ദേഹം മരിച്ചത് പള്ളിയിൽ കിടന്ന് ഇബാദത്തിൽ ഏർപ്പെട്ടപ്പോഴല്ല, അള്ളാഹുവിന്റെ തന്നെ മാർഗത്തിൽ തെരുവിൽ കിടന്ന് മരിച്ചു. എന്തിനാണ് ഈ ഹബീബുൻ നജ്ജാറിന്റെ പേര് പറഞ്ഞില്ലെങ്കിലും സൂറത്ത് യാസീനിലെ വദരിബ് ലഹും മസലൻ എന്ന് തുടങ്ങി യാ ലൈത ഖൗമി യഅലമൂൻ വരെയുള്ള ആയത്ത് നിങ്ങൾ എടുത്തു നോക്കൂ, ഒരു പേജ് വരും. ഒരു പേജ് ഈ സംഭവമാണ്. ഈ നാടിന്റെ കഥ പറയുകയാണ്. 3 നബിമാരെ കൊന്ന നാടിന്റെ കഥ, കൊല്ലാൻ ശ്രമിച്ച നാടിന്റെ കഥ, അതിനെ തടസ്സം നിൽക്കാൻ ശ്രമിച്ച ഒരു പാവപ്പെട്ടവന്റെ കഥ പറയുന്ന ഒരു പേജ്. സൂറത്ത് യാസീനിന്റെ വക്താക്കളെ, ഹബീബുൻ നജ്ജാറിന്റെ ഈ പാരമ്പര്യം ഏറ്റെടുക്കാൻ നിങ്ങൾക്ക് എപ്പോൾ കഴിയുമോ, നിങ്ങളുടെ യാസീനോത്ത് കൊണ്ട് അപ്പോഴേ ഈ സമുദായത്തിനും ഈ സമൂഹത്തിനും ഗുണമുണ്ടാവുകയുള്ളൂ എന്ന് നിങ്ങൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ഈ ഹബീബുൻ നജ്ജാറിന്റെ പാരമ്പര്യം ഏറ്റെടുക്കുവാൻ നിങ്ങൾ തയ്യാറുണ്ടോ? ചരിത്രത്തിന്റെ നാൽക്കവലകളിൽ അള്ളാഹുവിന്റെ പ്രവാചകന്മാർ കടുത്ത പ്രതിസന്ധി നേരിട്ട ഒരു ഘട്ടത്തിൽ
സ്വന്തം ജീവൻ ത്യജിച്ചുകൊണ്ടാണെങ്കിൽ പോലും സത്യം തുറന്നു പറയുമെന്ന് തീരുമാനിച്ച ഹബീബുൻ നജ്ജാർ എന്ന സാധാരണക്കാരൻ ഉണ്ടോ നിങ്ങൾക്ക് മനസ്സ്? നിങ്ങളുടെ പ്രവാചകന്റെ കാര്യത്തിൽ, നിങ്ങളുടെ ഹബീബായ, നിങ്ങളുടെ പ്രിയപ്പെട്ട മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യത്തിൽ ഈ മനസ്സ് നിങ്ങൾക്കുണ്ടോ എന്നതാണ് ചോദ്യം. യാസീൻ ഓതുമ്പോ ഈ സാധാരണക്കാരന്റെ ചരിത്രത്തിലൂടെ ഖുർആൻ ഇങ്ങനെ ഒരു ചോദ്യം നമ്മുടെ മുന്നിൽ ഉന്നയിക്കും. അല്ലെങ്കിൽ എന്തിനായി ചരിത്രം പറഞ്ഞത്? യാസീനിൽ പരലോകം പറയുന്നുണ്ട്, ഇന്ന അസ്ഹാബൽ ജന്നത്തിൽ യൗമ ഫീ ശുഗുലിൻ ഫാക്കിഹൂൻ എന്ന് തുടങ്ങി വംതാസുൽ യൗമ അയ്യോ, അതൊക്കെ പരലോകവും സ്വർഗവും നരകമൊക്കെയാണ്. അതൊക്കെ പറയുന്നുണ്ട്. അതേ യാസീനിൽ തന്നെയാണ് ഞാൻ ഈ ചരിത്രം ഉദ്ധരിച്ചത്. യാസീനിലെ ആയത്താണ് ഈ പറഞ്ഞത്. ഈ ദൗത്യം നിങ്ങൾ ഏറ്റെടുക്കുമോ ഈ കാലത്ത്? അപ്പോൾ നിങ്ങൾ ചോദിക്കൂ, ജീവിച്ചിരിക്കാത്ത ഒരു നബിയെ എങ്ങനെ പിന്തുണക്കാൻ? സൂറത്ത് ആറാഫിൽ പറഞ്ഞില്ലേ അല്ലാഹു നബിയെ പറ്റി, വല്ലദീന ആമനൂ ബിഹി വഅസ്സറൂഹു വനസറൂഹു വത്തബഉൻ നൂറല്ലദീ ഉൻസില മഅഹു ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. വല്ലദീന ആമനൂ ബിഹി, ഈ പ്രവാചകനിൽ ഈമാൻ കൊണ്ട് വിശ്വസിച്ചവർ ആരും? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കുകയും വഅസ്സറൂഹു, അദ്ദേഹത്തെ പിന്തുണക്കുകയും വനസറൂഹു, അദ്ദേഹത്തെ സഹായിക്കുകയും വത്തബഉൻ നൂറല്ലദീ ഉൻസില മഅഹു, ഈ നബി കൊണ്ടുവന്ന പ്രകാശമുണ്ടല്ലോ, വിശുദ്ധ വചനങ്ങൾ, ആ വചനങ്ങളെ പിൻപറ്റാൻ തയ്യാറുള്ളവരാരോ ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാണ് വിജയിച്ചവർ. ആരാണ് പരലോകത്ത് വിജയിച്ചവർ? ആർക്കാണ് സ്വർഗം? അല്ലാഹുവിന്റെ ലിസ്റ്റിൽ വിജയം കൈവരിച്ചവരാര്? ഖുർആൻ പറഞ്ഞു, നബിയെ വിശ്വസിച്ചവർ, നബിയെ പിന്തുണച്ചവർ, നബിയെ സഹായിച്ചവർ, നബി കൊണ്ടുവന്ന വെളിച്ചത്തെ പിൻപറ്റിയവർ. വല്ലദീന ആമനൂ ബിഹി വഅസ്സറൂഹു വനസറൂഹു, നബിയെ വിശ്വസിക്കുകയും നബിയെ പിന്തുണക്കുകയും നബിയെ സഹായിക്കുകയും നബി കൊണ്ടുവന്ന വെളിച്ചത്തെ പിൻപറ്റുകയും ചെയ്തവർ ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. നബിയെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ ഇന്നുമുണ്ട് അതിനൊരു പ്രസക്തി. സ്വാഭാവികമായും നിങ്ങൾക്കുണ്ടാകുന്ന ഒരു ചോദ്യമുണ്ട്, ജീവിച്ചിരിക്കാത്തൊരു നബിയെ എങ്ങനെ പിന്തുണക്കും? ഉത്തരം വളരെ ലളിതമാണ്. നബിമാര് ജീവിച്ചിരുന്ന കാലത്ത് നബിമാരെ പിന്തുണക്കാൻ വന്ന സഹാബിമാരും അനുയായികളും ഉണ്ടല്ലോ. അതിൽ ഒരു കൂട്ടർ അൻസാറുകൾ എന്ന പേരിൽ തന്നെ അറിയപ്പെട്ടവരാണ്. ഇവരൊക്കെ നബിമാരെ അന്ന് പിന്തുണച്ചത് എങ്ങനെയാ? അവര് നബിമാരെ അന്ന് സഹായിച്ചതും പിന്തുണച്ചത് നബിമാരുടെ ശരീരങ്ങളെ അല്ലല്ലോ, നബിമാരുടെ ആശയങ്ങളെയല്ലേ ഈ സഹാബികൾ അന്ന് പിന്തുണച്ചത്. ഹബീബുൻ നജ്ജാർ അടക്കം അവർ ജീവിച്ചിരുന്നത് കൊണ്ട്, നബിമാർ ജീവിച്ചിരുന്നത് കൊണ്ട് അവരുടെ ഭൗതികമായ രക്ഷയും അവർക്കന്ന് ബാധ്യതയായിരുന്നു. അള്ളാഹുവിന്റെ പ്രവാചകന്റെ കാലിൽ ഒരു മുള്ളു തറക്കുന്നത് പോലും എനിക്ക് സഹിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ സഹാബികൾ ജീവിച്ചിരുന്നു. അന്നത് ആവശ്യമാണ്. ശരീരത്തോടുകൂടി ജീവിച്ചിരിക്കുന്ന നബിയെ അന്ന് അദ്ദേഹത്തിന്റെ ശരീരവും സംരക്ഷിക്കപ്പെടണം. പക്ഷെ അവർ നബിയെ മനസ്സിലാക്കിയത് നബിയുടെ ശരീരത്തിലൂടെയാണോ? അവർ നബിയെ വിശ്വസിച്ചത് നബി കൊണ്ടുവന്ന ആദർശത്തിന്റെ പേരിലാണ്. അവർ പിന്തുണച്ചു, സഹായിച്ചു, അവർ ഏറ്റെടുത്തു എന്ന് പറയുന്നത് പ്രവാചകൻ കൊണ്ടുവന്ന അധ്യാപനങ്ങളെയായിരുന്നു. നബിയുടെ ശത്രുക്കളെ എതിർത്തത് നബിയുടെ ശരീരത്തെയാണോ? നബി കൊണ്ടുവന്ന ആശയങ്ങളെയല്ല എതിരാളികളെ എതിർത്തത്. നബിയോട് വല്ല വ്യക്തിവിരോധവും അവർക്കുണ്ടായിരുന്നു. അവർ നബിയെ ശത്രുവായി കണ്ടതിന്റെ കാരണമെന്ന് നബി കൊണ്ടുവന്ന ആദർശം അവർക്ക് പറ്റാത്തതൊന്നും. ഇതേപോലെയാണ് നബിയെ സഹാബത്ത് ഉൾപ്പെടെയുള്ള മുൻഗാമികളായ പ്രവാചകന്മാരുടെ അനുയായികളും തങ്ങളുടെ പ്രവാചകന്മാരെ അവർ പിന്തുണച്ചു, സഹായിച്ചു എന്ന് പറയുമ്പോൾ ആ പ്രവാചകന്മാരുടെ ആശയങ്ങളെയാണ് അവർ പിന്തുണച്ചത്. നിങ്ങൾ നോക്കൂ, പ്രവാചകൻ നിന്ന ഇല്ലാത്തൊരു നബിയെ എങ്ങനെ സഹായിക്കുമെന്ന സംശയം ഇനിയും നിങ്ങൾക്കുണ്ടെങ്കിൽ എന്തിനാണ് നബി നിന്ദയുടെ പേരിൽ മുസ്ലിം ലോകം പ്രതിഷേധം അറിയിച്ചത്? ഇല്ലാത്തൊരു നബിയെ ആർക്കാ നിന്ദിക്കാൻ കഴിയുക? പക്ഷെ നിന്ദിച്ചു. ജീവിച്ചിരിക്കാത്ത നമ്മുടെ പ്രവാചകനെ, ഭൗതികമായി ജീവിച്ചിരിക്കാത്ത നമ്മുടെ പ്രവാചകനെ നിന്ദിച്ചു. സൽമാൻ റുഷ്ദി സാത്താനിക് വേഴ്സിലൂടെ, തസ്ലീമ നസ്രിൻ ലജ്ജയിലൂടെ, ഏറ്റവും ഒടുവിൽ ഇന്നസെൻസ് ഓഫ് മുസ്ലിം എന്ന ചലച്ചിത്രാവിഷ്കാരത്തിലൂടെ 1400 വർഷങ്ങൾക്ക് ശേഷവും
ഭൗതികമായി ജീവിച്ചിരിക്കാത്ത നമ്മുടെ പ്രവാചകനെ ഇവർക്ക് എങ്ങനെ നിന്ദിക്കാൻ കഴിഞ്ഞു? അവരെങ്ങനെയാണ് നബിയെ നിന്ദിച്ചോ? ഉണ്ട്. നബിയുടെ ശരീരത്തെയല്ല അവർ നിന്ദിച്ചത്. അവർ നിന്ദിച്ചു എന്ന് പറയുന്നത് എന്തിനെയാണ്? നബിയുടെ വ്യക്തിത്വത്തെ, നബിയുടെ ആശയത്തെ, നബി കൊണ്ടുവന്ന സന്ദേശത്തെ. അപ്പൊ മൈക്കിൾ എച്ച് ഹാർട്ട് ആ 100-ൽ 1-ാം സ്ഥാനം കൊടുത്തത് ഇസ്ലാമിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് നമുക്കറിയാം. പക്ഷേ എന്തുകൊണ്ടാണ് ഈ 100 പേരിൽ ഞാൻ 1-ാം സ്ഥാനം മുഹമ്മദിന് കൊടുത്തത്? അദ്ദേഹത്തിന്റെ ഭാഷയാണ്. എന്തുകൊണ്ടാണ് ഈ 100 പേരിൽ നമ്മുടെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മൈക്കിൾ എച്ച് ഹാർട്ട് കൊടുത്ത് അദ്ദേഹം കാരണം പറയുന്നുണ്ട്. 100 പേരിൽ 1-ാം സ്ഥാനം ഞാൻ അദ്ദേഹത്തിന് കൊടുക്കാനുള്ള കാരണങ്ങളിൽ ഒന്ന്, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹം നേരിട്ട പ്രതിസന്ധികളായിരുന്നു. ആ മാർക്കിൽ അദ്ദേഹമാണ് മികച്ചു നിൽക്കുന്നത്. അദ്ദേഹം പറയുന്നു, ഞാൻ തെരഞ്ഞെടുത്ത ബാക്കി 99 വ്യക്തിത്വങ്ങൾക്കും അവരുടെ ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവരിൽ നിന്നെല്ലാം വ്യത്യസ്തമായിരുന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രതിസന്ധി. പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച് വീഴുന്നത് തന്നെ പ്രതിസന്ധിയിലേക്കാണ്. ജന്മം തന്നെ പ്രതിസന്ധിയും. സ്വന്തം പിതാവിന്റെ മുഖം ജീവിതത്തിൽ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത, ജനിക്കുമ്പോൾ തന്നെ യതീമായി ജനിച്ച ഒരു അനാഥത്വം അറിയാമല്ലോ നമുക്ക്. ആമിന ബീവിയും അബ്ദുള്ളയും തമ്മിലുള്ള വിവാഹബന്ധം ഏതാനും നാളുകളെ നിലനിന്നുള്ളൂ. അവർ ഒന്നിച്ച് ഏതാനും നാളുകളെ ജീവിച്ചിരുന്നു. അകാലത്തിൽ മരണമടഞ്ഞു പോയ പ്രവാചകന്റെ പിതാവ് അബ്ദുള്ള നബിക്ക് സ്വന്തം വാപ്പയെ കാണാനുള്ള അവസരമില്ലായിരുന്നു. ജനിച്ചപ്പോൾ തന്നെ അനാഥത്വത്തിന്റെ പ്രതിസന്ധിയിലേക്കാണ് അദ്ദേഹം തുടങ്ങുന്നത്. സ്വന്തം പിതാവിന്റെ മുഖം കണ്ടിട്ടില്ല. ഉമ്മ ആമിന ബീവി വളർത്തി. 6-ാമത്തെ വയസ്സിൽ പിതാവിന്റെ കബറിടം സന്ദർശിച്ച് തിരിച്ചു പോരുമ്പോ 6 വയസ്സുകാരനായ അനാഥബാലൻ ഉമ്മയുടെ കൈപിടിച്ച് വഴിയിലൂടെ നടന്നു വരുമ്പോ അബവാഹ് എന്ന സ്ഥലത്ത് വെച്ച് ആമിന ബീവിക്ക് വസൂരി പോലത്തെ ഒരു രോഗം പിടിപെട്ടു. സ്വന്തം ഉമ്മ രോഗം മൂർച്ഛിച്ച് വഴിയിൽ കിടന്ന് പിടഞ്ഞു മരിക്കേണ്ടത് കാണേണ്ടി വന്ന, ഉമ്മയുടെ ചേതനയറ്റ ശരീരം വഴിയിൽ കിടന്ന് കണ്ണീരോടുകൂടി കാണേണ്ടി വന്ന 6 വയസ്സുകാരനായ അനാഥബാലൻ. 6-ാമത്തെ വയസ്സിൽ പൂർണ്ണ അനാഥൻ. പൂർണ്ണ അനാഥൻ. വാപ്പയില്ല, ഉമ്മയില്ല. പിന്നീട് നബിയുടെ സംരക്ഷണം ഏറ്റെടുത്തു അബ്ദുൽ മുത്തലിബ്. 8-ാമത്തെ വയസ്സിൽ അബ്ദുൽ മുത്തലിബ് മരിക്കുന്നു. പിന്നീട് നബിയുടെ സംരക്ഷണം ഏറ്റെടുത്തു അബൂ ത്വാലിബ്. ഇങ്ങനെ മടിത്തട്ടിൽ നിന്ന് മടിത്തട്ടികളിലേക്ക് വലിച്ചു നടപ്പെട്ട ഒരു ഭാഗ്യം. അന്ന് മക്കയുടെ ചരിത്രം അറിയുന്നവർക്കറിയാം, മാതാപിതാക്കൾ അന്വേഷിക്കാനുള്ള കുട്ടികൾ പോലും മോശമായി പോകുന്ന ചുറ്റുപാട്, മദ്യം, അശ്ലീലത, വ്യഭിചാരം, പലിശ, നഗ്നനൃത്തങ്ങൾ, എല്ലാ വൃത്തികേടുകളും നിറഞ്ഞൊഴുകുന്ന, നമുക്കറിയാമല്ലോ, ഒരു കുട്ടിയുടെ ധാർമ്മികവും ശാരീരികവും വൈജ്ഞാനികവും ബുദ്ധിപരവുമായ വളർച്ചയിൽ സ്വന്തം മാതാപിതാക്കൾ നിർവഹിക്കുന്ന പങ്ക്. സ്വന്തം മാതാപിതാക്കൾ പരിചരിക്കാൻ ശ്രദ്ധിക്കുവാനുള്ള ഒരു കുട്ടിയും അതില്ലാത്തൊരു കുട്ടിയും വളരുന്ന ഒരു സാഹചര്യം ഒന്ന് വേറെ തന്നെയാണ്. അന്നത്തെ മക്കയുടെ ചുറ്റുപാടോ മാതാപിതാക്കൾ ശ്രദ്ധിക്കാനുള്ള കുട്ടികൾ പോലും തെറ്റിപ്പോകുന്ന തിന്മകളുടെ വിളനിലം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഇരുണ്ട യുഗം എന്ന ചരിത്രം വിശേഷിപ്പിച്ച ഏറ്റവും ദുഷിച്ച ഒരു നാട്. മാതാപിതാക്കൾ അന്വേഷിക്കാനില്ലാത്ത കുട്ടികൾ. നമുക്കറിയാലോ, ഡൽഹി സംഭവത്തിൽ 6 പ്രതികളിൽ ഇപ്പോഴും അറസ്റ്റ് ചെയ്യപ്പെടാത്തൊരു പ്രതിയുണ്ട്. 18 വയസ്സ് തികയാൻ 5 മാസം ബാക്കിയുണ്ട് എന്ന് പറഞ്ഞ് ഇപ്പോഴും ജുവൈനൽ ഹോമിൽ കൊണ്ടുപോയി താമസിപ്പിച്ചിരിക്കുന്ന 17-കാരൻ. ഇന്നലെ ഇന്ത്യ ടുഡേയിൽ മരിച്ച പെൺകുട്ടിയുടെ അച്ഛൻ പറയുന്ന വാക്കുണ്ട്, എന്റെ മോൾ മരിക്കുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞ സത്യം, 6 പേരിൽ എന്റെ മോളോട് ഏറ്റവും ക്രൂരത കാണിച്ചത്
ഈ 17 എന്ന് പറയുന്ന ആ കൗമാരക്കാരനായിരുന്നു. ബസ്സിലേക്ക് കയറുമ്പോൾ ചേച്ചി എന്നാണ് അവൻ എന്റെ മോളെ വിളിച്ചത്. എന്റെ മോൾ ചേച്ചി എന്ന് അവൻ വിളിച്ചു. അവൻ എന്റെ മോളെ ബസ്സിനകത്ത് കയറിയപ്പോ അവൻ മൃഗമായി. എന്റെ മകളുടെ ശരീരത്തിനുള്ളിലേക്ക് ഇരുമ്പ് കയറ്റി അവളുടെ ആന്തരിക അവയവങ്ങൾ നശിപ്പിച്ചു കളഞ്ഞത് ഈ 17 എന്ന് പറയുന്ന പോലീസ് അറസ്റ്റ് ചെയ്യാത്തവനാണ്. അവനെയാണ് ആദ്യം കാരണം എന്റെ മോൾ പീഡിപ്പിച്ചെങ്കിലും ജീവിച്ചിരിക്കുമായിരുന്നു, ഈ കമ്പി അകത്തേക്ക് കയറ്റില്ലായിരുന്നുവെങ്കിൽ. അത് ചെയ്തത് ഇവനാണ്. എന്റെ മോളെന്നോട് പറഞ്ഞു. ആ പെൺകുട്ടി ജീവിച്ച് കുറച്ചു ദിവസമെങ്കിലും ജീവിച്ചിരുന്നത് കൊണ്ടാണല്ലോ കുറെയൊക്കെ തെളിവ് കിട്ടിയത്. ആ പെൺകുട്ടി മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞത് 6 പേരിൽ ഏറ്റവും പ്രായം കുറഞ്ഞവനാണ് എന്നെ ഏറ്റവും കൂടുതൽ പ്രേമിച്ചത്. പേരാരുടെയും ഇപ്പോഴും വെളിപ്പെടുത്തും. എന്നിട്ടോ ഈ 17കാരന്റെ കുടുംബ പശ്ചാത്തലം എന്താണ്? ഈ 17കാരന്റെ അച്ഛനും അമ്മയും പിണങ്ങി ജീവിക്കുന്നവരാണ്. അച്ഛൻ വേറെ വഴിക്ക്, അമ്മ വേറൊരു വഴിക്ക്. ഈ കുട്ടി ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരു കുട്ടിയാണ്. കുടുംബം എന്ന ഒരു മഹത്തായ സംവിധാനം ഉണ്ടല്ലോ. അതുകൊണ്ടല്ലേ വ്യഭിചരിക്കാൻ അനുവാദം ചോദിച്ചു വന്ന അറബി യുവാവിനോട് നിനക്ക് ഉമ്മയില്ലേ, നിനക്ക് സഹോദരിയില്ലടോ, നിനക്കില്ല ഒരു ഭാര്യ, നിനക്കില്ല ഒരു മോള്. ആ കുടുംബം എന്ന ചിന്തയിലേക്ക് ആ ചെറുപ്പക്കാരന്റെ ചിന്തയെ കൊണ്ടുപോയി ഇസ്ലാമിന്റെ പ്രവാചകൻ. അവന്റെ കണ്ണ് തുറന്നു. അന്യ പെണ്ണിന്റെ മുഖത്ത് നോക്കുന്നവന് സ്വന്തം സഹോദരിയുടെ മുഖത്ത് ഒരുത്തൻ അന്യായമായി നോക്കുമ്പോൾ ചോദ്യം ചെയ്യുവാനുള്ള ധാർമ്മിക അർഹതയില്ല എന്ന് പ്രവാചകൻ അവന്റെ കണ്ണ് തുറപ്പിച്ചു പറഞ്ഞു കൊടുത്തുകൊള്ളു. നീ എന്നോട് വ്യഭിചരിക്കാൻ അനുവാദം ചോദിക്കുന്നു. ഞാൻ നിനക്ക് വ്യഭിചരിക്കാൻ അനുവാദം തന്നാൽ ആരെയാ നീ വ്യഭിചരിക്കുക? ഒന്നെങ്കിൽ ഒരാളുടെ ഭാര്യയെ, അല്ലെങ്കിൽ ഒരാളുടെ ഉമ്മയെ, അല്ലെങ്കിൽ ഒരാളുടെ മകളെ, അല്ലെങ്കിൽ ഒരാളുടെ സഹോദരിയെ. നിന്റെ വീട്ടിൽ ഈ പറഞ്ഞ ആരെങ്കിലും ഒരുത്തൻ കടന്നു പിടിച്ചാൽ തെറ്റായി സമീപിച്ച നീ സഹിക്കോ? അയാൾ എന്താ പറഞ്ഞ്, എങ്ങനെ എനിക്ക് ഞാൻ സഹിക്കും? അപ്പൊ പിന്നെ എങ്ങനെ മറ്റുള്ളവർ നിന്റെ കാര്യത്തിൽ സഹിക്കണമെന്ന് നീ പറയുന്നത്? നിനക്ക് സഹിക്കാൻ കഴിയാത്തത് മറ്റുള്ളവർ നിനക്ക് വേണ്ടി സഹിക്കണോ? ഇനി നീ പറയൂ. എത്ര അർത്ഥവത്തായ ചിന്തയാണ് നബി വിട്ടുകൊടുത്തത്. ആ ചെറുപ്പക്കാരന്റെ ചിന്തയെ നബി കുടുംബം എന്ന പവിത്രമായ സ്ഥാപനത്തിലേക്ക് കൊണ്ടുപോയി. മാതാപിതാക്കളില്ലേ, നിനക്കില്ലേ ഉമ്മ? ഞാൻ പറഞ്ഞു വരുന്നത്, മക്കളുടെ ധാർമ്മികമായ വളർച്ചയിൽ മാതാപിതാക്കളുടെ ഒരു പങ്കുണ്ട്. അതുണ്ടെങ്കിലും പരാജയപ്പെടുന്നതുണ്ട്, ഇല്ല എന്നല്ല ഈ പറയുന്നത്. പക്ഷെ അന്വേഷിക്കാൻ മാതാപിതാക്കളുള്ള കുട്ടിയും അതില്ലാത്ത കുട്ടിയും തമ്മിൽ ധാർമ്മികവും വൈജ്ഞാനികവുമായ ബുദ്ധിപരവും സാംസ്കാരികവും സ്വഭാവപരവുമായ വളർച്ചയിൽ ഒരു അന്തരം കാണപ്പെടാറുണ്ട് പൊതുവെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം അനാഥബാലൻ എന്ന് ചരിത്രം വിശേഷിപ്പിച്ച ഈ ലോകത്തെ യതീം മക്കളുടെ പ്രതീകമായിരുന്നല്ലോ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മാതാപിതാക്കൾ പരിചരിക്കാനും ശ്രദ്ധിക്കുവാനുള്ള കുട്ടികൾ പോലും വഴിതെറ്റിപ്പോകുന്ന മക്കയുടെ ദുഷിച്ച സാഹചര്യം. പക്ഷേ മൈക്കിൾ എച്ച്ഹാർട്ട് പറയുന്നു, ഈ പ്രതിസന്ധിയൊക്കെ ഉണ്ടാകുമ്പോഴും നാട് മോശം, മാതാപിതാക്കളില്ല, ദാരിദ്ര്യം, അനാഥത്വം ഇതൊക്കെ ഉണ്ടായിരിക്കുമ്പോഴും ആ നാടിന്റെ ദുഷിച്ച സംസ്കാരങ്ങൾ അല്പം പോലും വേശാതെ ആ അനാഥക്കുട്ടി അൽ അമീൻ നാട് മുഴുവൻ വിളിച്ചു സത്യസന്ധൻ, വിശ്വസ്തൻ. ഞങ്ങൾക്കുണ്ട് ഒരു അല്ലമീൻ, ഒരു വിശ്വസ്തൻ. ഞങ്ങളുടെ നാട്ടിലെ അല്ലമീനെ പോലെ, ഞങ്ങളുടെ മുഹമ്മദിനെ പോലെ വിശ്വസ്തൻ ലോകത്ത് വേറെ ആരുമില്ല എന്ന് മക്കയിലെ ഓരോ കുഞ്ഞും ഓരോ വൃദ്ധനും മക്കയിലെ ജനം ഒന്നടങ്കം പറഞ്ഞു. ആരെപ്പറ്റി? ഈ അനാഥ കുഞ്ഞിനെ പറ്റി. അപ്പൊ ചെറുപ്പം മുതലേ നബി അനുഭവിച്ചു പോകുന്ന പ്രതിസന്ധികൾ, അവിടുന്ന് അങ്ങോട്ട് പ്രവാചകനായി തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷമുണ്ടായ പ്രബോധനപരമായ പരീക്ഷണങ്ങൾ, ഇതൊക്കെ വെച്ചുകൊണ്ടാണ് മൈക്കിൾ എച്ച്ഹാർട്ട് പറഞ്ഞത്, ഞാൻ തെരഞ്ഞെടുത്ത 100 പേരിൽ ഏറ്റവും വലിയ പ്രതിസന്ധി നേരിട്ടത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയായിരുന്നു. ഈ പ്രതിസന്ധികളൊക്കെ അതിജയിച്ചുകൊണ്ട് ലോക ചരിത്രത്തിൽ നിർണായകമായ സ്വാധീനം കണ്ടെത്തിയ
ലോകത്തെ ഒരു വലിയ ജനതയെ മാറ്റിയെടുത്ത, ലോക ചരിത്രത്തെ തന്നെ ഇത്ര സമ്പൂർണമായി മാറ്റിയെടുത്ത വേറൊരു വ്യക്തിത്വം അദ്ദേഹമല്ലാതെ ഇല്ല. ഞാൻ 1-ാം മാർക്ക് അദ്ദേഹത്തിന് കൊടുക്കും. നബിയുടെ ജീവിതം വ്യക്തമല്ല. പ്രവാചകന്റെ ജീവിതം സവിസ്തരം പ്രതിപാദിക്കപ്പെട്ട പോലെ വേറെ ആരുടെ ജീവിതം കൊണ്ട് ഇത്രയും പ്രതിപാദിക്കപ്പെട്ടു? അങ്ങനെയുള്ള ഒരു പ്രവാചകൻ അനുയായികളാണ്. ഈ കാലത്ത് നമ്മുടെ പ്രവാചകന് വേണ്ടി നാം എങ്ങനെ എഴുന്നേറ്റ് നിൽക്കണം എന്നുകൂടി നിങ്ങളൊന്ന് പഠിക്കണം കേട്ടോ. ഈ കാലത്ത് പ്രവാചകന്റെ അനുയായികളല്ലേ നമ്മൾ? നിങ്ങളൊന്ന് ശ്രദ്ധിക്കൂ. നമ്മുടെ നബിക്കൊരു സവിശേഷതയുണ്ട്. ഖാത്തമുൻ നബി, അന്ത്യപ്രവാചകൻ. ഖുർആൻ പറഞ്ഞു ഖാത്തമുൻ നബിയാണ്. ഖുർആൻ അവസാനത്തെ ഗ്രന്ഥമാണ്. ഇനിയൊരു പ്രവാചകൻ ലോകത്തേക്കില്ല. അന്ത്യപ്രവാചകൻ അനുയായികളാകാൻ ഭാഗ്യം ലഭിച്ച ഒരു ഉമ്മത്ത്, അന്ത്യഗ്രന്ഥത്തിന്റെ അവസാന വേദഗ്രന്ഥം കയ്യിലെന്താൻ ഭാഗ്യം ലഭിച്ച ഒരു ഉമ്മത്ത്. നിങ്ങൾ അറിയണം, ഇനിയൊരു പ്രവാചകനെ ലോകത്തേക്ക് അയക്കേണ്ടതില്ല എന്നും ഇനിയൊരു വേദം ലോകത്തേക്ക് ഇറക്കേണ്ടതില്ല എന്നും എന്തേ അല്ലാഹു തീരുമാനിച്ചു? സത്യത്തിൽ ഒരു പ്രവാചകന്റെ ആവശ്യം ഇന്ന് ലോകത്തുണ്ടല്ലോ. അത്രയും ദുഷിച്ചിരിക്കുകയല്ലേ കാലം. ഒരു പ്രവാചകൻ ഈ ലോകത്ത് ആവശ്യമാണ് എന്ന് തോന്നും വിധം ദുഷിച്ച ഒരു കാലത്ത് പോലും പക്ഷെ അല്ലാഹു തീരുമാനിച്ചിരിക്കുന്നു, ഇനിയൊരു നബിയെ ലോകത്തേക്ക് അയക്കേണ്ടതില്ല, ഇനിയൊരു പ്രവാചകനെ ലോകത്തേക്ക് അയക്കേണ്ടതില്ല എന്നും ഇനിയൊരു വേദം ലോകത്തേക്ക് പുതുതായി ഇറക്കേണ്ടതില്ല എന്നും അല്ലാഹു തആല തീരുമാനിച്ചുവെങ്കിൽ ആ തീരുമാനത്തിന്റെ കാരണം ഞാനും നിങ്ങളും അടങ്ങുന്ന ഈ അന്ത്യപ്രവാചകന്റെ ഉമ്മത്തിനെ അല്ലാഹു തആല വിശ്വസിച്ചു എന്നുള്ളതാണ്. ആ നബി ഇല്ലെങ്കിലും ആ നബിയുടെ പ്രതിനിധികൾ, ആ നബിയുടെ അനുയായികൾ ലോകത്ത് ജീവിച്ചിരിക്കുവോളം ലോകത്തിന് ഇരുള് ബാധിക്കുകയില്ല, ലോകത്തിന് പ്രകാശം അവശേഷിക്കും. എന്തൊരു അർത്ഥവത്തായ തീരുമാനമാണ് പടച്ചതമ്പുരാൻ എടുത്തത്. അന്ത്യപ്രവാചകന്റെ അനുയായികളാണ് എന്ന് അലങ്കാരം കൊണ്ട് നടക്കുകയാണോ നിങ്ങൾ? അതൊരു ദൗത്യമാണ്. ഇനിയൊരു നബി ലോകത്തേക്ക് വരാനില്ല എന്നിരിക്കെ, ഒന്നല്ല ഒരുപാട് നബിമാർ വന്നാൽ പോലും സാഹസികമായ ദൗത്യമായി പ്രബോധന സംസ്കരണ പ്രവർത്തനങ്ങൾ മാറിയ ഈ കാലത്ത് ഒരു നബിയെ ഇനി വേണ്ടതില്ല എന്ന് പടച്ചവൻ തീരുമാനിക്കുമ്പോ എന്നെയും നിങ്ങളെയും ഒക്കെ വിശ്വസിച്ചത് ഹജ്ജത്തുൽ വിദാഇൽ നബിയല്ലേ നമ്മളെ ഏൽപ്പിച്ചത്. ഇനി നിങ്ങളാണ് കേട്ടോ ഈ വെളിച്ചം അതില്ലാത്തടത്ത് കൊണ്ടുപോയി വെക്കേണ്ടത്. സന്മാർഗം അറിയാത്ത ജനങ്ങൾക്ക് ഇനി നിങ്ങളാണ് കേട്ടോ ഇതാർക്കാ തിരിയാത്തത്? ഈ കാലത്ത് പ്രവാചകന്റെ പ്രതിനിധികളാണ് നമ്മൾ. നമ്മുടെ രാജ്യത്ത്, നമ്മുടെ നാട്ടിൽ, നമ്മുടെ ചുറ്റുപാടിൽ. നിങ്ങൾ നബിയെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. നമ്മുടെ നബിയെ നമുക്ക് എങ്ങനെ സഹായിക്കണം? നമ്മുടെ നബിയെ നമുക്ക് എങ്ങനെ സ്നേഹിക്കണം? എന്നെ നിങ്ങൾ സ്നേഹിക്കുവോളം, മാതാപിതാക്കളെക്കാൾ, മക്കളെക്കാൾ, ലോകത്തെ മറ്റാരേക്കാളും റസൂലിനെ സ്നേഹിക്കുവോളം നിങ്ങൾ മുഅ്മിനാകില്ല. ഹുബ്ബുർ റസൂൽ മിനൽ ഈമാൻ, വിശ്വാസത്തിന്റെ അനിവാര്യതയാണ് പ്രവാചക സ്നേഹം. പക്ഷെ ഈ സ്നേഹം എങ്ങനെ നമ്മൾ പ്രകടിപ്പിക്കണം? ഞാൻ ഈ പ്രഭാഷണത്തിന്റെ ആമുഖത്തിൽ ഒരു ആയത്ത് നിങ്ങളെ ഓതി കേൾപ്പിച്ചിരുന്നു. സൂറത്തുൽ ഫത്ഹിലെ അവസാനത്തെ ആയത്താണ്. മുഹമ്മദുർ റസൂലുള്ളാഹ് വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാരി റഹമാഉ ബൈനഹും തറാഹും റുക്അൻ സുജ്ജദൻ യബ്തഗൂന ഫളലൻ മിനല്ലാഹി വറിദ്വാന സീമാഹും ഫീ വുജൂഹിഹിം മിൻ അസരി സുജൂദ് ذلك مثلهم في التوراة ومثلهم في الإنجيل كزرع أخرج شطأه فآزره فاستغلظ فاستوى على سوقه يوجب الزراع ليغيظ بهم الكفار. ഈ ആയത്തൊന്ന് പഠിച്ച നിങ്ങൾ അറിഞ്ഞിരിക്കും ഈ പ്രവാചകന്റെ അനുയായികൾ എന്ന അഭിമാനത്തോടുകൂടി, ഉത്തരവാദിത്ത ബോധത്തോടുകൂടി
സൂറത്തുൽ ഫതഹിൽ ഈ ആയത്ത് ഇറങ്ങി. അർത്ഥം എന്താ? മുഹമ്മദുർ റസൂലുള്ളാഹ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂൽ, ദൂതൻ തന്നെ. മുഹമ്മദ് റസൂലുള്ളാഹ്. ഖുർആൻ പദങ്ങൾ പറയണം, പക്ഷെ അത് പറഞ്ഞു ഖുർആൻ ഈ ആയത്തിൽ എന്താ പറഞ്ഞത്? മുഹമ്മദുർ റസൂലുള്ളാഹ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂൽ തന്നെ, ഒരു സംശയവും വേണ്ട ആർക്കും എന്ന് പറഞ്ഞിട്ട് വല്ലദീന ആമനു മാഹു അശിദ്ദാഉ അലൽ, അദ്ദേഹത്തിന്റെ കൂടെയുള്ള അനുയായികൾ, നബിയുടെ ശിഷ്യന്മാർ, അവർ സത്യത്തിന്റെ വിരോധികളോട് അല്പം കടുത്ത നിലപാട് സ്വീകരിക്കുന്നവരാണ്. കാഠിന്യത്തോടെ വർത്തിക്കുന്നവർ, തങ്ങൾക്കിടയിൽ സ്നേഹത്തോടെ റുഹമാഉ ബൈനഹും, അനുകമ്പയോടെ വർത്തിക്കുന്നവർ എന്ന് പറഞ്ഞ് നബിയുടെ അനുയായികളുടെ ഗുണം വർണ്ണിക്കുകയാണ് പിന്നെ ആയത്ത് നമ്മളെ പറ്റി. പക്ഷെ ആദ്യത്തെ വരി എന്താണ്? മുഹമ്മദ് റസൂലുള്ളാഹ്, മുഹമ്മദ് നബി അല്ലാഹുവിന്റെ ദൂതൻ തന്നെ. ഞാൻ അർത്ഥം ബാക്കി പറയാം, പക്ഷെ അതിനു മുമ്പ് സൂറത്തുൽ ഫതഹിൽ അവസാനത്തെ ഈ ആയത്ത് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് തുടങ്ങുന്ന ഈ ആയത്ത് അവതരിക്കുവാനുള്ള ഒരു ചരിത്ര പശ്ചാത്തലമുണ്ട്, ഒരു കാരണം. എന്താണ് ആ കാരണം? ഹിജ്റ 6-ാം വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്വപ്നം കണ്ടു. നബിമാരുടെ സ്വപ്നം യാഥാർത്ഥ്യമാകുമല്ലോ. എന്തായിരുന്നു നബി കണ്ട സ്വപ്നം? അനുയായികളോടൊത്ത് മക്കയിൽ പോയി കഅബ തവാഫ് ചെയ്ത് ഉംറ ചെയ്യുന്ന സ്വപ്നം. അന്ന് മക്ക ഖുറൈശികളുടെ അധീനതയിലാണ്. ഹിജ്റയുടെ 6-ാം വർഷമാണ് സംഭവം. നബിയുടെ സ്വപ്നം, താൻ കണ്ട സ്വപ്നത്തിന്റെ അടിസ്ഥാനത്തിൽ നബി സഹാബികളോട് പറഞ്ഞു, മക്കയിലേക്ക് പുറപ്പെടാൻ ഒരുങ്ങുക, അവിടെ പോയി നാം തവാഫ് ചെയ്ത് തിരിച്ചു വരും. 1500 പേരടങ്ങുന്ന സഹാബികളുടെ ഒരു സംഘത്തെയും നയിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലേക്ക് പുറപ്പെട്ടു. പ്രവാചകൻ അനുയായികളോടൊത്ത് മക്കയിൽ തവാഫ് ചെയ്യാൻ വരുന്നു എന്നറിഞ്ഞ ഉടനെ ഖുറൈശികൾ യോഗം ചേർന്നു. അവർ തീരുമാനിച്ചു, അനുവദിക്കാൻ പാടില്ല. നമ്മളെ ഭയന്ന് മക്കയിൽ നിന്ന് ഓടിപ്പോയ മുഹമ്മദ് 6 വർഷം കഴിഞ്ഞ് ഇപ്പൊ നമ്മുടെ നാട്ടിൽ വന്ന് കഅബ തവാഫ് ചെയ്ത് നമ്മുടെ മൂക്കിന് മുന്നിലൂടെ അങ്ങനെ തിരിച്ചു പോവുക എന്ന് പറഞ്ഞാൽ പിന്നെ നാം ജീവിച്ചിരിക്കുന്നതിൽ എന്താ അർത്ഥം? എന്ത് വില കൊടുത്തും മുഹമ്മദിനെ മക്കയിൽ കയറ്റാൻ പാടില്ല. അഭിമാനത്തിന്റെ പ്രശ്നമാണ്, തടയണം. അങ്ങനെ ഖുറൈശികൾ നബിയെ തടയുവാൻ വേണ്ടി സൈനിക ഒരുക്കം നടത്തുന്നു. അപ്പോഴേക്ക് നബിയും സംഘവും ഹുദൈബിയ എന്ന സ്ഥലത്തെത്തിയിരുന്നു, മക്കയുടെയും മദീനയുടെയും ഇടയിൽ. ഖുറൈശികൾ സൈനിക ഒരുക്കം നടത്തുന്നു എന്നറിഞ്ഞ നബി യാത്ര അവിടെ തൽക്കാലം നിർത്തി. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ ഖുറൈശികളുമായി ചർച്ച നടത്താൻ വേണ്ടി പറഞ്ഞയച്ചു. ഞങ്ങൾ സമാധാനപരമായി അവിടെ വന്ന് ഉംറ ചെയ്തു പോരും, അനുവദിക്കണം. ചർച്ചയ്ക്ക് വേണ്ടി അയച്ചു. ഇതിനൊക്കെ കുറെ സംഭവങ്ങളുണ്ട്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ ഖുറൈശികൾ കൊന്നുവെന്നും അങ്ങനെ ഒരു വാർത്തയുടെ അടിസ്ഥാനത്തിൽ നബി സഹാബികളോട് അനുസരണ പ്രതിജ്ഞ വാങ്ങിയെന്നൊക്കെ ചരിത്രം വേറെ ഉണ്ട്. ഏതായാലും ഉസ്മാൻ റളിയല്ലാഹു അൻഹു മക്കയിലേക്ക് പോയി. ഏതാനും ദിവസം കഴിഞ്ഞ് ഖുറൈശി നേതാക്കളുമായിട്ട് തിരിച്ച് ഹുദൈബിയയിൽ വന്ന് നബിയുടെ അടുത്ത് വന്നു. അങ്ങനെ ഹുദൈബിയ എന്ന സ്ഥലത്ത് വെച്ച് നബിയും ഖുറൈശികളും തമ്മിൽ ഒരു കരാർ, ഒരു സന്ധിയിൽ ഏർപ്പെട്ടു, ഒരു വ്യവസ്ഥ തയ്യാറാക്കി. ആ കരാറിൽ കുറെ വ്യവസ്ഥകൾ എഴുതി. ഖുറൈശികൾക്ക് അനുകൂലമെന്ന് തോന്നാവുന്ന വ്യവസ്ഥകളാണ് അതിൽ ഭൂരിപക്ഷവും. അതിൽ ഒന്നാമത്തെ വ്യവസ്ഥ എന്താണ്? ഖുറൈശികളാണ് വ്യവസ്ഥയൊക്കെ വെച്ചത്. എന്താ ഒന്നാമത്തെ വ്യവസ്ഥ? മുഹമ്മദും അനുയായികളും ഈ പ്രാവശ്യം മക്കയിലേക്ക് വരാൻ പാടില്ല, ഇവിടെ നിന്ന് തന്നെ മദീനയിലേക്ക് തിരിച്ചു പോകണം. അടുത്ത കൊല്ലം വരാം, 3 ദിവസം മക്കയിൽ തങ്ങി തവാഫൊക്കെ ചെയ്ത് തിരിച്ചു പോകാം, ഈ പ്രാവശ്യം വരാൻ പാടില്ല. നബി സമ്മതിച്ചു, ശരി ഞങ്ങൾ വരുന്നില്ല, അടുത്ത കൊല്ലം ഞങ്ങൾ വരുന്നു. രണ്ടാമത്തെ ഉപാധി, ഇനി മുഹമ്മദിന്റെ ആദർശത്തിൽ മതത്തിൽ വിശ്വസിച്ച് മക്കയിൽ നിന്ന് ആരെങ്കിലും മദീനയിൽ ചെന്നാൽ മുഹമ്മദ് അവരെ സ്വീകരിക്കാൻ പാടില്ല, അവരെ തിരിച്ച് അവരുടെ മാതാപിതാക്കളുടെ അടുത്തേക്ക് നാട്ടിലേക്കും മക്കയിലേക്ക് അയക്കാൻ. നബി പറഞ്ഞു, ശരി ഇനി വരുന്നവരെ ഞാൻ സ്വീകരിക്കില്ല. എന്നാൽ മദീനയിൽ നിന്ന് ആരെങ്കിലും ഇസ്ലാം ഉപേക്ഷിച്ച് മക്കയിൽ വന്നാലോ ഞങ്ങൾ അവരെ വിടൂല, ഞങ്ങൾ അവരെ മക്കയിൽ തന്നെ സംരക്ഷിക്കും. നബി പറഞ്ഞു, ആയിക്കോട്ടെ ആയിക്കോട്ടെ. സഹാബികൾക്ക് ഭയങ്കര എതിർപ്പ്. നബി എന്താ ഇങ്ങനെ? മൂന്നാമത്തെ ഒരു കാര്യം, അടുത്ത കരാർ, അടുത്ത 10 കൊല്ലത്തേക്ക് ഖുറൈശികളും നബിയും തമ്മിൽ യുദ്ധം ഉണ്ടാവില്ല.
ഞങ്ങൾ ആയുധെടുക്കില്ല, മുസ്ലിങ്ങൾ ആയുധെടുക്കരുത്. നബി ആകെ ഈ കരാറിലൊക്കെ എതിരാണെന്ന് കണ്ടിട്ടും ഇതിലൊക്കെ അംഗീകരിക്കാൻ നബി തയ്യാറായത് ഈ സമാധാനത്തിന് വേണ്ടിയായി. 10 കൊല്ലത്തേക്ക് ഈ ആയുധെടുക്കുന്നത് അള്ളാഹിന്റെ ദീനിനെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ സമാധാനത്തിന്റെ അന്തരീക്ഷം കിട്ടൂലോ. മുസ്ലിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പോകാലോ, അള്ളാഹിന്റെ ദീൻ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാലോ, അവർക്ക് മദീനയിലും മക്കയിലും എവിടെയും വേണമെങ്കിലും പോകാം. 4ാമത്തെ വ്യവസ്ഥ അതായിരുന്നു, ഖുറൈശികൾ തടയില്ല. അങ്ങനെ ഭൂരിപക്ഷം ഖുറൈശികൾക്ക് അനുകൂലമെന്ന് തോന്നാവുന്ന ഒരു കരാറിൽ ഒപ്പിടാൻ നേരത്ത് പുതിയൊരു പ്രശ്നം ഉടലെടുത്തു. എന്താ പ്രശ്നം? ഈ കരാർ പത്രത്തിലെ ആദ്യത്തെ വരി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, പരമകാരുണ്യകനായ അല്ലാഹുവിന്റെ നാമത്തിൽ. 2ാമത്തെ വരി മിൻ മുഹമ്മദ് റസൂലില്ലാഹി ഇലാ റുഅസായി ഖുറൈശ്, അല്ലാഹുവിന്റെ റസൂൽ ദൂതനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഖുറൈശി നേതാക്കളും തമ്മിലുള്ള കരാർ. അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഖുറൈശി പ്രമാണിമാരും തമ്മിലുള്ള കരാർ. ഇതാണ് അലി റളിയല്ലാഹു അൻഹുവിനോട് നബി എഴുതി വെക്കാൻ പറഞ്ഞത്. ഇത് കണ്ടപ്പോൾ തന്നെ ഖുറൈശികൾ ഇടഞ്ഞു. അവർ പറഞ്ഞു, മുഹമ്മദേ, ഇത് സമ്മതിക്കില്ല, ഇത് ഞങ്ങൾ അനുവദിക്കില്ല. അല്ലാഹുവിന്റെ റസൂലായ മുഹമ്മദ് ഞങ്ങളും തമ്മിൽ ഒരു കരാർ വേണ്ട. നിന്നെ ഞങ്ങളുടെ റസൂലായിട്ട് അംഗീകരിക്കുന്നില്ലല്ലോ, ഞങ്ങളും നീ തമ്മിലുള്ള പ്രശ്നം തന്നെ എന്താ? നിന്നെ ഞങ്ങൾ റസൂലുള്ളയായിട്ട് അംഗീകരിക്കുന്നില്ല. അപ്പൊ നിന്നെ റസൂലുള്ളയായി അംഗീകരിക്കാത്ത ഞങ്ങളുമായി ഒരു കരാറിൽ ഏർപ്പെടുമ്പോ മുഹമ്മദ് റസൂലുള്ളയും ഞങ്ങൾ തമ്മിൽ എഴുതുന്ന ഞങ്ങൾക്ക് അങ്ങനെ അള്ളാന്റെ റസൂലിനെ അറിഞ്ഞുകൂടാ. ഞങ്ങൾക്കറിയാം അബ്ദുള്ളയുടെ മകൻ മുഹമ്മദ്, അവൻ എനിക്ക് കളിയാക്ക. ഞങ്ങൾക്കറിയാവുന്നത് അബ്ദുള്ള, മുഹമ്മദ് ബിൻ അബ്ദുള്ള, ആ അബ്ദുള്ളയുടെ മകൻ മുഹമ്മദ് ഞങ്ങൾ തമ്മിലുള്ള കരാറിന് എഴുതണം, എന്നാലേ ഞങ്ങൾ ഈ വ്യവസ്ഥക്കുള്ളൂ. മുഹമ്മദ് റസൂലുള്ളാഹി വെട്ടി അബ്ദുള്ളയുടെ മകൻ മുഹമ്മദും ഞങ്ങളും തമ്മിൽ എന്നാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹു അൻഹുവോട് പറഞ്ഞു, അലിയെ അതങ്ങ് മരിച്ചിട്ട് മുഹമ്മദ് ബിൻ അബ്ദുള്ള എന്നാക്കാൻ പറഞ്ഞു. അലി റളിയല്ലാഹു അൻഹു ആദ്യം മടിച്ചു. കാരണം ഇസ്ലാമിക ആദർശത്തിന്റെ പകുതി അല്ലേ വെട്ടാൻ പറയുന്നത്, ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദ് റസൂലുള്ളാഹ്. ഇസ്ലാമിക ആദർശത്തിന്റെ പകുതി വെട്ടിക്കളയാനാണ് ഇവരിപ്പോ നബിയെ സമ്മതിച്ചു കൊടുക്കുക. അലി വെട്ടാൻ മടിച്ചപ്പോ നബി പറഞ്ഞു, അലിയെ വിട്ടു, ഞാനാ പറയുന്നത്. അലി മനസ്സിലാവുന്നില്ല, അവർക്കൊക്കെ വേദനയുണ്ട് നബിയെ ശത്രുക്കൾ നിന്ദിക്കുന്നത്. പക്ഷെ നബി കണ്ടെന്ന് മനസ്സുണ്ട്. അത് പിന്നീട് ഇവർക്കൊക്കെ ഉമറടക്കം പിന്നീട് അത് മനസ്സിലാക്കി. ഉമർ റളിയല്ലാഹു അൻഹു ദേഷ്യത്തോടു കൂടി നബിയെടുത്ത് ചോദിച്ചല്ലോ, എന്താ റസൂലി കാണിക്കുന്നങ്ങ്? യുവമാർക്ക് മുമ്പിൽ അങ്ങ് തോറ്റുകൊടുക്കുകയോ? ജീവത്യാഗത്തിന് ഞങ്ങൾ ഒരുക്കമാണ്, അങ്ങ് അവരുടെ മുമ്പിൽ മുട്ടുമടക്കരുത്. പക്ഷെ നബി പിന്നെയും ഇതിന് വെട്ടാനൊക്കെ തയ്യാറായി. അവർ പറഞ്ഞതൊക്കെ സമ്മതിച്ചെന്ന് കണ്ടപ്പോ ഉമർ റളിയല്ലാഹു അൻഹു ഒരു ഘട്ടത്തിൽ രോക്ഷത്തോടു കൂടി നബിയോട് ചോദിച്ചത്രേ, അല്ല, നമ്മൾ സത്യത്തിന്റെ ആളുകളല്ലേ? അങ്ങ് നബി തന്നെ അല്ലേ? നബി ചോദിച്ചു, ഉമറേ, നിങ്ങൾക്ക് ഇനി സംശയമുണ്ടോ? പിന്നെ എന്തിനാണ് റസൂലേ ഈ ശത്രുക്കളുടെ മുമ്പിൽ ഇങ്ങനെ അടിയറവ് പറയുന്നത്? ഇല്ല ഉമറേ, കാലം തെളിയിക്കും. അതായത് നബിയുടെ നിലപാട്. അങ്ങനെ തങ്ങൾ മുഹമ്മദ് റസൂലുള്ളാഹി എന്നുള്ളത് വെട്ടാൻ പറഞ്ഞപ്പോ നബി വെട്ടിയതിൽ ഖുറൈശികൾക്ക് സന്തോഷം, നബി വെട്ടിയതിലാകട്ടെ നബിയുടെ അനുയായികൾക്ക് വിഷമം. അപ്പോഴാണ് ഈ ആയത്ത് ഇറങ്ങുന്നത്. എന്ത് പറഞ്ഞിട്ടാ? മുഹമ്മദ് റസൂലുള്ളാഹ്, മുഹമ്മദ് നബി അല്ലാഹുവിന്റെ ദൂതൻ തന്നെയാണ് കേട്ടോ. പ്രപഞ്ചനാഥന്റെ അംഗീകാരം. നബിയുടെ അനുയായികളെ, നിങ്ങൾക്ക് ഇനിയും സംശയമുണ്ടോ? ശത്രുക്കളെ, നിങ്ങൾക്കും സംശയമുണ്ടോ? ഏതെങ്കിലും ഒക്കെ പേജിൽ നിന്ന് മുഹമ്മദ് റസൂലുള്ളാഹി എന്നുള്ളത് വെട്ടിക്കളഞ്ഞു എന്നതിന്റെ പേരിൽ അദ്ദേഹം അല്ലാഹുവിന്റെ റസൂൽ അല്ലാതാകുന്നില്ല. ഏത് പേജിൽ നിന്ന് നിങ്ങൾ കീറിക്കളഞ്ഞോളൂ, ഏത് മഷിയിൽ നിങ്ങൾ മായ്ച്ചു കളഞ്ഞോളൂ, ജനകോടികളുടെ ഹൃദയത്തിൽ നിന്ന് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന വാക്യം മായ്ച്ചു കളയാൻ നിങ്ങൾക്ക് കഴിയില്ല. നിങ്ങൾ ആരംഗീകരിച്ചാലും ഇല്ലെങ്കിലും മുഹമ്മദ് റസൂലുള്ളാഹി അള്ളാഹുവിന്റെ സാക്ഷ്യമാണ്. അദ്ദേഹം അള്ളാഹുവിന്റെ ദൂതൻ, പ്രവാചകൻ തന്നെ. ഇപ്പൊ നിങ്ങൾക്ക് തിരിഞ്ഞിട്ട് ഈ ആയത്ത് അങ്ങനെ തുടങ്ങേണ്ട കാരണം എന്നിട്ടോ ഇതാണ് നബിയെങ്കിൽ ആ നബിയുടെ യഥാർത്ഥ അനുയായികളുടെ ഗുണം പറയുക. വല്ലദീന ആമനൂ അശദ്ദാഉ അലൽ കുഫാർ. നബിയുടെ അനുയായികൾ ആവുമ്പോൾ അവർക്ക് ചില ഗുണമുണ്ടാവും. ഒന്ന്, അദ്ദേഹത്തിന്റെ കൂടെയുള്ള അനുയായികൾ, അദ്ദേഹത്തിന്റെ പിൻപറ്റിയ അണികൾ,
അശിദ്ദാഉ അലൽ കുഫാർ, സത്യത്തിന്റെ ശത്രുക്കളോട് കാഠിന്യത്തോടെ വർത്തിക്കുന്നവർ, വിട്ടുവീഴ്ചയില്ലാത്തവരാണ്. കുഫറിനോട് വിട്ടുവീഴ്ചയില്ല. എന്നാൽ റുഹമാഉ ബൈനഹും, തങ്ങൾക്കിടയിൽ അവർ അനുകമ്പയോടും കാരുണ്യത്തോടും വർത്തിക്കുന്നവരാണ്. ആദർശ സഹോദരങ്ങൾ മുഹമ്മദ് നബിയുടെ ഉമ്മത്തിന്റെ ഒരു പ്രത്യേകതയാണ്. അതുകൊണ്ടാണ് ഗസയിലെ കുരുന്നുമക്കളുടെ കണ്ണുനീർ തിരുവനന്തപുരത്തെയും ആലുവയിലെയും ഒക്കെ എന്റെയും നിങ്ങളുടെയും ഒക്കെ വേദനയായി മാറി. ജൂതപട്ടാളക്കാരന്റെ വെടിയുണ്ടയേറ്റ് നമ്മുടെ കുഞ്ഞുമക്കൾ പിടഞ്ഞു വീഴുമ്പോൾ എന്തേ നമ്മുടെ മനസ്സ് വേദനിച്ചു? അല്ലാഹു പറഞ്ഞതാ സത്യം. റുഹമാഉ ബൈനഹും, ഈ ഉമ്മത്തിനെ കോർത്തിണക്കുന്ന ഒരു ഗുണമുണ്ട്. അവർ തങ്ങൾക്കിടയിൽ അനുകമ്പയോടെ വർത്തിക്കുന്നുണ്ട്. ലോകം കാണട്ടെ ഇങ്ങനെ ഒരു ഉമ്മത്തിനെ. ഹജ്ജിന് പോയിട്ടില്ലേ നിങ്ങൾ? ജനലക്ഷങ്ങൾ അണിനിരക്കുന്ന ഹജ്ജ് കാലത്ത് ചില ഹാജിമാർ അവിടെ വെച്ച് മരിക്കാറുണ്ട്. അവിടെ വെച്ച് മരിക്കുന്ന ഹാജിമാർക്ക് വേണ്ടി ളുഹർ നമസ്കാരത്തിനും അസറിനൊക്കെ ഇടവേളകളിൽ ഹറമിലെ ഇമാം മയ്യിത്ത് നിസ്കാരം നടത്തും. ഇടക്കിടക്ക് മയ്യിത്ത് ഇങ്ങനെ കൊണ്ടുവരും. ജമാഅത്ത് നമസ്കാരത്തിന് ശേഷം ഇമാം എഴുന്നേറ്റ് നിന്നിട്ട് അസ്സലാത്തു അലൽ അംവാത്ത്, മരിച്ചവർക്ക് വേണ്ടിയുള്ള നിസ്കാരം എന്ന് ഇമാം പറഞ്ഞ് ഇമാം എഴുന്നേറ്റ് നിൽക്കുമ്പോ ഹറമിൽ നമസ്കരിക്കുന്ന ഇറാഖ്, അമേരിക്ക, ബ്രിട്ടൻ, പാകിസ്ഥാൻ, ശ്രീലങ്ക, ആഫ്രിക്ക, ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നെത്തിയ വിവിധ ഭാഷക്കാർ, വർണ്ണക്കാർ ഹറമിൽ ഒത്തുകൂടുന്നു. അസ്സലാത്തു അലൽ അംവാത്ത് എന്ന ഹറമിലെ ഇമാമിന്റെ വാക്ക് കേൾക്കുമ്പോ ഇമാമിന്റെ കൂടെ ജനലക്ഷങ്ങൾ എഴുന്നേറ്റ് നിന്നിട്ട് പറയാ, അല്ലാഹുവേ പുറത്തു കൊടുക്കണേ, കരുണ കാണിക്കണേ ഞങ്ങളുടെ സഹോദരനോട്. വെള്ളവസ്ത്രത്തിന്റെ വിശുദ്ധിയിലേക്ക് ഞങ്ങളുടെ സഹോദരന്റെ ആത്മാവിനെ നീ കൊണ്ടുപോണേ, പുറത്തു കൊടുക്കണേ പടച്ചവന്. ആർക്ക് വേണ്ടി? ഊരറിയാത്ത, പേരറിയാത്ത, ഏത് നാട്ടുകാരനെന്ന് അറിയാത്ത തങ്ങളുടെ സഹോദരന് വേണ്ടി എന്തേ പ്രാർത്ഥിക്കുന്നു? അല്ലാഹു പറഞ്ഞു റുഹമാഉ ബൈനഹും, ഈ ഉമ്മത്തിന്റെ ഒരു ഗുണമാണ്. ഇങ്ങനെ ഏകീകരിക്കപ്പെട്ട ഒരു ഉമ്മത്ത് ലോകത്തുണ്ടോ? എന്തൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇരിക്കട്ടെ, ഷാഫിയാകട്ടെ, ഹനഫിയാകട്ടെ, ഹംബലിയാകട്ടെ, മാലിക്കിയാകട്ടെ, ഇഖ്വാനിയാകട്ടെ, സലഫിയാകട്ടെ, ആദർശ പിതാവ് ഖലീലുള്ളാഹി ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ തറവാട്ട് മണ്ണിൽ എത്തുമ്പോ മക്കളവിടെ ഒന്നാണ്. റുഹമാഉ ബൈനഹും, മുഹമ്മദ് റസൂലുള്ളാഹ് വല്ലദീന ആമനു മഅഹു അശിദ്ദാഉ അലൽ, അദ്ദേഹത്തിന്റെ കൂടെ വിശ്വസിച്ച അണികൾ നിഷേധത്തോട് കാഠിന്യത്തോടെ വർത്തിക്കുന്നവരും തങ്ങൾക്കിടയിൽ അനുകമ്പയോടെ, സ്നേഹത്തോടെ, കാരുണ്യത്തോടെ വർത്തിക്കുന്നവരാണ്. അടുത്ത ഗുണം ഖുർആൻ പറഞ്ഞു, തറാഹും റുക്കഅൻ സുജ്ജദൻ യബ്തഗൂന ഫളൻ മിനല്ലാഹി വറിദ്വാന. നിനക്ക് അവരെ കാണാം. തറാഹും, ആരെ? നബിയെ വിശ്വസിച്ച നബിയുടെ അനുയായികളെ നിനക്ക് കാണാം. അവരുടെ ഗുണം എന്താ? തറാഹും റുക്കഅൻ സുജ്ജദ, റുകൂഉം സുജൂദും ചെയ്യുന്നവരായി നിനക്ക് അവരെ കാണാം. മുഹമ്മദ് നബിയുടെ ഉമ്മത്തിന്റെ അനുയായികളുടെ ഏറ്റവും വലിയ സവിശേഷതയായിട്ട് ഖുർആൻ പറഞ്ഞതാണ്, ദൈവത്തിന്റെ മുമ്പിൽ ജീവിതത്തിൽ 5 നേരം കുനിയുക എന്ന ഒരു സംസ്കാരം. റുകൂഉം സർക്കാംഗവും കുനിയലും. ലോകത്ത് ഇത് മുഹമ്മദ് നബിയുടെ ഉമ്മത്തിന്റെ പ്രത്യേകതയാണ്. ഈ ദൈവത്തിന്റെ മുമ്പിൽ 5 നേരത്തെ വണക്കം, റുകൂഉം സുജൂദ്. പൂർണ്ണ സമർപ്പണമല്ലേ സുജൂദ്? മുഹമ്മദ് നബിയുടെ അനുയായിയാണോ എന്ന് ലോകത്ത് ഒരാളെ വേർതിരിച്ചറിയാനുള്ള മാനദണ്ഡം എന്താണ്? ഈ ഉമ്മത്തിന്റെ ഒരു ലക്ഷണം, ഒരു മുദ്ര, തറാഹും റുക്കഅൻ സുജ്ജദ. അവർ ലോകത്ത് എവിടെ ചെന്നാലും അവരുടെ രീതി, അവരുടെ പ്രാർത്ഥന, അവരുടെ നിസ്കാരം ഒറ്റ രീതിയാണ്. കൊടുങ്ങല്ലൂരിൽ ചെന്ന ദേവി ശ്രീ ഗുരുമ്പ, ഗുരുവായൂരിൽ ചെന്ന ഗുരുവായൂരപ്പൻ, ശബരിമലയിൽ ചെന്നാൽ ശബരിമല ശാസ്താവ്. വ്യത്യസ്ത ദൈവങ്ങൾ, പ്രദേശങ്ങളനുസരിച്ച് ദൈവങ്ങൾ മാറുന്നു, പ്രാർത്ഥനകളുടെ വാക്കുകൾ മാറുന്നു, രീതികൾ മാറുന്നു. പക്ഷെ നോക്കൂ, അമേരിക്കയിലെ പള്ളിയിൽ ചെന്നാൽ,
സൗദി അറേബ്യയിലെ പള്ളിയിൽ ചെന്നാലും തിരുവനന്തപുരത്തെ പാളയത്തെ പള്ളിയിൽ വന്നാലും അവിടെ എല്ലാം കേൾക്കുന്നു അല്ലാഹു അക്ബർ. അവർ കുമ്പിടുന്നു ഒരേ രൂപത്തിൽ, അവർ സുജൂദ് ചെയ്യുന്നു ഒരേ രൂപത്തിൽ. ഈ സമുദായത്തെ കൂട്ടിയിണക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. എന്തിനായി റുക്കുവും സുജൂദും ഒക്കെ ജീവിതത്തിൽ 5 നേരം അവർ ചെയ്യുന്നത്? അള്ളാഹുവിന്റെ പ്രീതിയാണ്. അള്ളാന്റെ പ്രീതി, അവന്റെ പൊരുത്തം, ദൈവത്തിന്റെ പ്രീതി. എന്നിട്ട് പിന്നെ ഖുർആൻ പറഞ്ഞത് എന്താ? അങ്ങനെ റുക്കുവും സുജൂദും അവരുടെ നിത്യശീലമാണ്. അപ്പോഴോ സുജൂദിന്റെ അടയാളം അവരുടെ മുഖത്ത് നിനക്ക് കാണാം. മുഹമ്മദ് നബിയുടെ ഉമ്മത്തിന്റെ അടുത്ത മുദ്രയാണ്. എന്താണ്? അവർ സുജൂദ് ചെയ്യുന്നവർ മാത്രമാണ് എന്നല്ല, സീമാഹും ഫീ വുജൂഹിഹിം, അവരുടെ മുഖത്ത് അടയാളം കാണാം. മിൻ അസരി സുജൂദ്, സുജൂദിന്റെ ഫലമായി. സുജൂദിന്റെ ലക്ഷണം അവരുടെ മുഖത്ത് കാണാം. എന്താ ഈ സുജൂദിന്റെ അടയാളം മുഖത്ത് കാണാന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും തെറ്റിദ്ധരിച്ചോ നിസ്കാരത്തഴമ്പാണെന്ന്? അല്ല കേട്ടോ, നിസ്കാരത്തഴമ്പല്ല. ലോകത്തെ ഒരു മുഫസ്സിറും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ഉദ്ദേശം ആ കറുത്ത നിസ്കാരത്തഴമ്പാണെന്ന്. സുജൂദിന്റെ ലക്ഷണം മുഖത്ത് കാണാമെന്ന് പറഞ്ഞത് നിസ്കാരത്തഴമ്പിനെ പറ്റിയല്ല. പിന്നെന്താണ്? മഹാനായ വിശുദ്ധ ഖുർആനിന്റെ വിശ്വവ്യാഖ്യാതാവായ ഇമാം ഇബ്നു കസീർ റഹ്മഹുല്ലാഹ് ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, സുജൂദിന്റെ അടയാളം വിശ്വാസിയുടെ മുഖത്ത് കാണാമെന്ന് ഖുർആൻ പറഞ്ഞത് ഇന്നമാ ഹിയ അസ്സുംതുൽ ഹസനതു ബി വജ്ഹിൽ മുഅ്മിനീൻ. മുഅ്മിനിന്റെ വിശ്വാസിയുടെ മുഖത്ത് ലക്ഷ്യം പ്രകടമാകുന്ന ഈമാനികമായ ചൈതന്യമാണ്. അസ്സുംതുൽ ഹസന, നിസ്കരിക്കുന്നവന്റെ മുഖത്ത് കാണുമ്പോൾ ഒരു ലക്ഷണമുണ്ട്. നമസ്കരിക്കുന്നവന്റെ ജീവിതത്തിലും അവന്റെ മുഖത്തും കാണുന്ന ഒരു വ്യക്തിത്വം, ഒരു ലക്ഷണം. സുജൂദ് ചെയ്യുന്നവന്റെ ജീവിതത്തിൽ അതിന്റെ ലക്ഷണം കാണാൻ കഴിയും. സുജൂദ് ചെയ്യുന്നവന്റെ മുഖത്ത് നിന്ന് വായിച്ചെടുക്കാൻ കഴിയും, ഇവൻ ഒരു നല്ല മനുഷ്യനാണ്. അങ്ങനെ ആയിരിക്കണം സുജൂദ്. സുജൂദിന്റെ ലക്ഷണം മുഖത്ത് കാണാന്ന് പറഞ്ഞ ജീവിത മുഖം വ്യക്തിത്വത്തിന്റെ കണ്ണാടിയാണ്. ഒരാളുടെ വ്യക്തിത്വത്തെ അടയാളപ്പെടുത്തുന്ന മനസ്സിന്റെ കണ്ണാടിയാണ്. മുഖം കണ്ടാൽ പറയുമെന്ന് പറയാറില്ലേ? സുജൂദ് ചെയ്യുന്നവന്റെ ജീവിതത്തിൽ പ്രകടമാകുന്ന നല്ല നല്ല സ്വഭാവമാണ് അസ്സുംതുൽ ഹസന. അവൻ പലിശ തിന്നില്ല, അവൻ വീണ് കിടക്കുന്നവനെ കൈ സഹായിക്കും, അനാഥ മക്കളുടെ കൈ തലയിൽ തലോടും, കണ്ണീരൊക്കും. അങ്ങനെ കാണുന്ന കുറെ ലക്ഷണങ്ങളില്ലേ? അതാണ് സുജൂദിന്റെ ലക്ഷണം എന്ന് പറയുന്നത്. എന്നിട്ട് ഇനി കേൾക്കാം, സീമാഹും ഫീ വുജൂഹിഹിം മിൻ അസരി സുജൂദ് ദാലിക മസലുഹും ഫി തൗറാത്ത്. ഈ പറഞ്ഞത് തൗറാത്തിൽ അഥവാ മുൻകഴിഞ്ഞ വേദത്തിൽ മുഹമ്മദ് നബിയുടെ ഉമ്മത്തിന്റെ ഭൂമിയാണ്. എന്ന് പറഞ്ഞാൽ അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അദ്ദേഹത്തിന്റെ വരാനിരിക്കുന്ന ഉമ്മത്തിന്റെ ഈ ലക്ഷണത്തെ പറ്റി മുൻകഴിഞ്ഞ വേദമായ തൗറാത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ടെന്ന്. എന്ന് പറഞ്ഞാൽ ലോകത്തെ അന്ത്യപ്രവാചകന്റെ ലക്ഷണം, അദ്ദേഹത്തിന്റെ പിൻപറ്റുന്ന അനുയായികളുടെ ഗുണം, സുജൂദും ഈ റുക്കുവും അതിനെ തുടർന്നുള്ള അവരുടെ വ്യക്തിത്വം, ഇത് തൗറാത്തിൽ പറഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ്. എന്നാൽ തൗറാത്തിന് ശേഷം വന്ന ഇഞ്ചീലിലും മുഹമ്മദ് നബിയുടെ ഉമ്മത്തിന്റെ ഗുണം, അവരുടെ ഉപമ ഖുർആൻ പറഞ്ഞ് പറയാ. തൗറാത്തിലും പറഞ്ഞു, ഇഞ്ചീലിലും പറഞ്ഞു. എന്താ ഇഞ്ചീലിൽ മുഹമ്മദ് നബിയുടെ ഉമ്മത്തിന്റെ ഉപമ? ഖുർആൻ തന്നെ പറയാ വമസലുഹും ഫിൽ ഇഞ്ചീൽ. എന്നാൽ ഇഞ്ചീലിൽ ഈ ഉമ്മത്തിന്റെ നബിയുടെ അനുയായികളുടെ ഉദാഹരണം ഏതുപോലെയാണ്? കസറഇൻ അഖ്റജ ശതഅഹു ഫആസറഹു ഫസ്തഗലല ഫസ്തവ അലാ സൂഖിഹി യുജിബു സുറാൻ യഗീദ ബിഹിമുൽ കുഫാർ. കർഷകനെ വിസ്മയിപ്പിച്ച ഒരു വിള പോലെ ഒരു വിത്ത്, അത് മുളച്ചു, തണ്ടായി, തണ്ട് മൂപ്പത്തി, അത് പിന്നീട് പൂവായി, കായായി, കായ് വളർന്നു, തടിച്ച്, പഴുത്ത്, പറിക്കാൻ പാകമായി ഘട്ടത്തിൽ. താൻ നട്ട ചെടി വളർന്ന് വളർന്ന് വലുതായി, അതിൽ കായുണ്ടായി,
കർഷകൻ ഒരു ദിവസം തന്റെ കൃഷിത്തോട്ടത്തിൽ ചെന്ന് നോക്കുമ്പോൾ തന്റെ കൃഷിത്തോട്ടത്തിൽ വിളഞ്ഞ് പറിക്കാൻ പാകമായി നിൽക്കുന്ന ആ വിളയുടെ വലിപ്പവും ഭംഗിയും ആകാരവും ഒക്കെ കണ്ടപ്പോ യൂജിബ് സുറ, കർഷകൻ അത്ഭുതപ്പെട്ടു. എന്തൊരു വിള, കൊള്ളാം, ഇതിന് മാർക്കറ്റിൽ നല്ല വില കിട്ടും, ചോദിക്കുന്ന വില കിട്ടും, ഈ വിളക്ക് കൊള്ളാം, എന്റെ കൃഷിത്തോട്ടത്തിൽ വിളഞ്ഞ ഈ വിള ചോദിക്കുന്ന വില കിട്ടും. കർഷകനെ അത്ഭുതപ്പെടുത്തിയ കൃഷിത്തോട്ടത്തിൽ പറിക്കാൻ ഭാഗമായി നിൽക്കുന്ന വിളയുണ്ടല്ലോ, ആ വിളയെ പോലെയാണ് മുഹമ്മദ് നബിയുടെ ഉമ്മത്തിന്റെ ഉപമ ഇഞ്ചീലിൽ പറഞ്ഞത്. എന്റെയും നിങ്ങളുടെ ഉപമ എന്താ? ഈ കർഷകൻ വിസ്മയിപ്പിച്ച വിള പോലെ എന്ന് പറഞ്ഞാൽ എന്റെയും നിങ്ങളുടെ ഒക്കെ ജീവിതത്തിന്റെ നടപടിക്രമങ്ങൾ കണ്ട് ലോകം അത്ഭുതപ്പെടണം. മുഹമ്മദ് നബിയുടെ ഉമ്മത്തിന്റെ ജീവിതം കണ്ട് ഈ ഉമ്മത്തിന്റെ ഐക്യം, ഈ ഉമ്മത്തിന്റെ പുരോഗതി, ഈ ഉമ്മത്തിന്റെ സ്വഭാവം ലോകം അത്ഭുതപ്പെടണം. കർഷകൻ തന്റെ വിള കണ്ട് അത്ഭുതപ്പെട്ട പോലെ. അതാണ് പറയുന്നത്. നോക്കൂ നിങ്ങൾ, ഞാനൊരു ഉദാഹരണം പറയാം. വിശുദ്ധ ഖുർആൻ ആദ്യമായി ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേഷൻ ചെയ്ത, പരിഭാഷ നടത്തിയ മഹാനാണല്ലോ മുഹമ്മദ് മർമഡൂക്ക് പിക്താൽ. പിക്താലിന്റെ ഖുർആൻ ട്രാൻസ്ലേഷൻ ലോകപ്രസിദ്ധമാണ്. വിശുദ്ധ ഖുർആൻ ആദ്യമായി ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത, വിവർത്തനം ചെയ്ത മഹാൻ ഇദ്ദേഹം ആരായിരുന്നു? മർമഡൂക്ക് പിക്താൽ എന്ന ഒരു കത്തോലിക്ക വിശ്വാസിയായിരുന്നു. അദ്ദേഹം ക്രിസ്ത്യാനിയായിരുന്നു. പിന്നീട് എങ്ങനെയാണ് അദ്ദേഹം ഇസ്ലാമിലേക്ക് വന്ന് മുഹമ്മദ് മർമഡൂക്ക് എന്ന പേര് സ്വീകരിച്ചത്? അദ്ദേഹം ഇസ്ലാമിലേക്ക് വരാനുള്ള ഒരു നിമിത്തമുണ്ട്. എന്താണ് ആ ചരിത്രം? പശ്ചിമേഷ്യയിൽ ജോർദാനിൽ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായി സേവനമനുഷ്ഠിക്കുന്ന കാലത്ത്, ബ്രിട്ടീഷ് സർക്കാരിന്റെ ഉദ്യോഗസ്ഥനായി ജോലി ചെയ്യുന്ന കാലത്ത്, അദ്ദേഹം താമസിക്കുന്ന ഫ്ലാറ്റിൽ, വീടിന്റെ തൊട്ടടുത്ത് അയൽപക്കത്ത് ഒരു മുസ്ലിമാണ്. ഒരു ദിവസം തന്റെ അയൽപക്കത്ത് താമസിക്കുന്ന മുസ്ലിമിന്റെ വീട്ടിൽ ഒരു ചെറുപ്പക്കാരനാണ് മുസ്ലിം. അയൽപക്കത്തെ മുസ്ലിം യുവാവിന്റെ വീടിന്റെ മുന്നിൽ ഒരു ശബ്ദം കേട്ട് മർമഡൂക്ക് പിക്താൽ എത്തി നോക്കി. അദ്ദേഹം കണ്ടു, അയൽവാസിയായ മുസ്ലിം ചെറുപ്പക്കാരനെ വീട്ടിൽ നിന്ന് പിടിച്ചിറക്കി 3-4 പേർ ചേർന്ന് അവന്റെ ഷട്ടിൽ പിടിച്ചു ഉലക്കുന്നു, അസഭ്യം പറയുന്നു. അവൻ എന്തൊക്കെയോ അവർ പറഞ്ഞു ആക്ഷേപിച്ചു കൊണ്ടിരുന്നു. ഇടയ്ക്കെപ്പോഴോ അവർ അവന്റെ ഷട്ടിൽ പിടിച്ച് ഇങ്ങനെ ഉലക്കുന്നു. കുറെ നേരമായി ഇതിങ്ങനെ ആവർത്തിക്കും. ഈ യുവാവാകട്ടെ ഒന്നും മിണ്ടാതെ പ്രതികരിക്കാതെ ഒക്കെ സഹിക്കുക. വന്നവർ ഭയങ്കര ബഹളം. യുവാവ് പ്രതികരിക്കുന്നില്ല. തന്റെ അയൽവാസിയല്ലേ, ഇടപെടാമെന്ന് പറഞ്ഞ് പിക്താൾ നേരെ അയൽപക്കത്തെ വീട്ടിലേക്ക് ചെന്നു. ആദ്യം തന്നെ ഈ മുസ്ലിം യുവാവിനോട് ചോദിച്ചു, അല്ല യുവാവേ, നീ എന്താ ഈ കാണിക്കുന്നേ? നല്ല ആരോഗ്യമുണ്ടല്ലോ നിനക്ക്. ഞാൻ കുറെ നേരമായി കാണുന്നു ഈ വന്ന ആളുകൾ നിന്നെ അസഭ്യം പറയുന്നു, ആക്ഷേപിക്കുന്നു, നിന്നെ അവർ പിടിച്ചു വലക്കുന്നു, ഉലക്കുന്നു. നീ ആകട്ടെ പ്രതികരിക്കാതെ നിശബ്ദനായി മൗനിയായി നിൽക്കുന്നു. എന്തേ നിനക്ക് പ്രതികരിച്ചുകൂടെ? നല്ല ആരോഗ്യമുണ്ടല്ലോ നിനക്ക്, നല്ല തടിപിടുക്കുള്ള ചെറുപ്പക്കാരൻ. ആ യുവാവ് പറഞ്ഞു, ഞാൻ എന്തിനു പ്രതികരിക്കണം? ഞാനാണ് തെറ്റുകാരൻ. ഈ വന്ന ആളുകൾ, ഞാൻ ഇവരുടെ കയ്യിൽ നിന്ന് കുറെ പണം കടം വാങ്ങിയിട്ടുണ്ടായിരുന്നു. കടം കൃത്യസമയത്ത് തിരിച്ചു കൊടുക്കാമെന്ന വ്യവസ്ഥയിൽ, കരാറിലാണ് ഞാനത് വാങ്ങിയത്. പക്ഷെ ആ വാക്ക് പാലിക്കാൻ ഈ നിമിഷം വരെ എനിക്ക് കഴിഞ്ഞിട്ടില്ല. എന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്, കടം വാങ്ങിയാൽ കൊടുക്കണം. ഏറ്റവും വലിയ അമാനത്താണ്. കടബാധിതനായി മരിച്ചവന് മോക്ഷമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും മദീന പള്ളിയിൽ ജനാസ കൊണ്ടുവരുന്നു. നബി ഒരു ജനാസ കൊണ്ടുവന്നപ്പോൾ ഇമാം നിൽക്കാൻ ശ്രമിച്ചു. നബി ചോദിക്കും, ഇദ്ദേഹത്തിന് വല്ല കടവുമുണ്ടോ? ഒരിക്കലും സഹാബിയുടെ മയ്യത്ത് കൊണ്ടുവന്ന് നബി നിസ്കരിക്കാൻ ഇമാമായിട്ട് നിന്നു. കടമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആരോ പറഞ്ഞു, ഉണ്ട് റസൂൽ, അദ്ദേഹത്തിന് ചില ബാധ്യതകളുണ്ട്. നബി വേഗം പുറകോട്ട് മാറിയിട്ട് പറഞ്ഞു, സൊല്ലു അലാ അഖീക്കും, നിങ്ങൾ നിസ്കരിച്ചോ, ഞാനില്ല. ഈ മയ്യത്തിന് വേണ്ടി ഞാൻ നിസ്കരിക്കില്ല. എന്താ നബി പറഞ്ഞേ? കടബാധ്യത്തിന് വേണ്ടി ഞാൻ ഇമാമായിട്ട് നിസ്കരിക്കില്ല. അപ്പൊ ഏതോ സഹാബി പറഞ്ഞു, അള്ളാന്റെ റസൂലെ, ഞാൻ ഏറ്റെടുത്തിരിക്കുന്ന ആ ബാധ്യത,
അപ്പൊ നബി കയറി വരുന്നു. അത്ര വിയോജിപ്പ് പ്രകടിപ്പിച്ചു നബി കടത്തിന്റെ കാര്യത്തിൽ. കടബാധിതനായി മരിച്ചാൽ കബറിൽ മോക്ഷമില്ല, മഹ്ശറിൽ മോക്ഷമില്ല, പരലോകത്ത് ഗതിയില്ല. നഫ്സുൽ മുഅ്മിനി മുഅല്ലഖും ബിദൈനിഹി. വിശ്വാസിയുടെ ആത്മാവ് അവന്റെ കടബാധ്യതയുമായി എപ്പോഴും ബന്ധപ്പെട്ട് നിൽക്കും. ഷഹീദിന് പോലും ഇളവില്ല. രക്തസാക്ഷിക്ക് ജീവൻ കൊടുത്തു എന്ന ഒറ്റ കാരണത്താൽ എല്ലാ പാപവും അമ്മ പുറത്തു കൊടുത്തു. ഇല്ലതൈ കടമൊഴി, അത് കൊടുത്തേ പറ്റൂ. അത്ര പ്രാധാന്യമുണ്ട് ഇസ്ലാമിൽ. നബി വളർത്തിയെടുത്ത ഒരു ഉമ്മത്ത് ആ കാര്യത്തിൽ കാണിക്കേണ്ട ശുഷ്കാന്തി ഈ ചെറുപ്പക്കാരൻ പറയാ. എന്റെ നബി എന്നെ പഠിപ്പിച്ച ഒരു അധ്യാപനമുണ്ട്, ഈ നിമിഷം വരെ അത് പാലിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. ഞാനിവിടെ വാക്ക് ലംഘിച്ചിരിക്കുകയാണ്. അവർ ചോദിക്കുന്നത് അവരുടെ അവകാശമാണ്, ഔദാര്യമല്ല. ചോദിക്കാൻ അവർക്ക് ബാധ്യതയും അവകാശവും കൊണ്ട് ചോദിക്കട്ടെ. ഇനി അതിന്റെ പേരിൽ അവർ അല്പം കയർത്തു, ശരിയാണ്. പക്ഷെ ഞാൻ തിരിച്ച് അവരോട് മോശമായി പെരുമാറുകയോ പ്രഹരിക്കുകയോ ചെയ്താൽ എന്റെ പ്രവാചകൻ അത് ഇഷ്ടപ്പെടുകയില്ല, എന്റെ നബി അത് സഹിക്കില്ല, ഞാനത് ചെയ്യില്ല. പിതാവ് വീണ്ടും ചോദിച്ചു, ആര്? അത് എന്റെ നബി അത് ഇഷ്ടപ്പെടില്ല. മറുപടിക്ക് പിത്താളെന്ന് ഈ കത്തോലിക്ക ക്രിസ്ത്യാനി അവിടെ നിന്ന് ആലോചിച്ചു, എന്താ ഈ കേൾക്കുന്നത്? 1400 കൊല്ലം മുമ്പ് ഭൂമിയിൽ ജീവിച്ച് മരിച്ചുപോയ മുഹമ്മദ് എന്ന് പറയുന്ന ഒരു വ്യക്തിത്വം നൂറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും അറബ് ലോകത്തെ ഒരു സാധാരണ അറബ് യുവാവിന്റെ ശിഖരത്തെ ഇത്രമാത്രം സ്വാധീനിക്കുക. ഇതിന് മാത്രം എന്താണ് മുഹമ്മദിന്റെ ജീവിതം എന്നാണ്. അതൊന്ന് വായിക്കണമല്ലോ. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഭൂമിയിൽ ജീവിച്ച് മരിച്ചുപോയ ഒരു വ്യക്തി, ഒരു പ്രവാചകൻ, 1400 കൊല്ലം കഴിഞ്ഞിട്ടും ഒരു യുവാവിന്റെ ജീവിതത്തെ ഇത്രമാത്രം സ്വാധീനിച്ചിരിക്കുന്നു. എന്നാൽ പിന്നെ ആ നബിയെ പറ്റി ഒന്ന് വായിക്കണമല്ലോ. ഈ ഒറ്റ സംഭവം നബിയുടെ ജീവചരിത്രം വായിക്കാൻ പിത്താളിനെ പ്രേരിപ്പിച്ചു. ആ വായന അദ്ദേഹത്തെ ഇസ്ലാമിലേക്ക് എത്തിച്ചു. ഇസ്ലാമിൽ ആകൃഷ്ടനായി അദ്ദേഹം മുസ്ലിമായി. മുസ്ലിം ലോകത്തിൽ അഭിമാനിക്കാൻ കഴിയുന്ന ആദ്യമായി ഖുർആനിന്റെ ട്രാൻസ്ലേഷൻ ഇംഗ്ലീഷ് ഭാഷയിൽ പ്രസിദ്ധീകരിച്ചു. എന്താ കൂടെ കണ്ടത്? ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ കാണപ്പെട്ട പ്രവാചക സാന്നിധ്യം ഒരു പുതിയ മുസ്ലിമിനെ സൃഷ്ടിക്കുകയാണ്. മുഹമ്മദ് നബിയുടെ ഉമ്മത്തെ കഴിയുമോ നിങ്ങൾക്ക് ഈ ദൗത്യം നിർവഹിക്കുവാൻ? നിങ്ങളുടെ നബിയെ ഇങ്ങനെ നിങ്ങൾക്ക് പ്രതിനിധാനം ചെയ്യാൻ കഴിയുമോ ഈ രാജ്യത്തിന്റെ മണ്ണിൽ നിന്നുകൊണ്ട്? നിങ്ങൾക്ക് നിങ്ങളുടെ നബിയോട് സ്നേഹമുണ്ടെങ്കിൽ, നിങ്ങളുടെ നബിയെ സഹായിക്കാൻ നിങ്ങൾ തീരുമാനിച്ചെങ്കിൽ, നിങ്ങളുടെ പ്രവാചകന്റെ ശുപാർശ ശഫാഅത്ത് നാളെ ലഭിക്കണമെങ്കിൽ നിങ്ങൾ നിർവഹിക്കേണ്ട ദൗത്യമാണ് ഈ പറയുന്നത്. എന്തൊരു ചരിത്രമാണ്! അതാണ് ഖുർആൻ പറഞ്ഞത്, യൂജിബു സുറ, കർഷകനെ അമ്പരപ്പിച്ച് കളഞ്ഞ വിള പോലെ നോക്കുന്നവന്റെ കണ്ണുകളെ ആകർഷിക്കുന്ന വ്യക്തിത്വമാവുക എന്നാണ് ആ പറഞ്ഞില്ല. സ്പെയിനിന്റെ ചരിത്രം വായിച്ചിട്ടില്ലേ നിങ്ങൾ? മുസ്ലിം ലോകത്തിന്റെ നഷ്ടസ്വർഗം എന്ന് ചരിത്രം വിശേഷിപ്പിച്ച സ്പെയിനിന്റെ തലസ്ഥാനമായ കൊറഡോവയിലെ ഒരു ജൂതന്റെ ചരിത്രം പറയുന്നത്. അവിടെ ഒരു ജൂതൻ തന്റെ വീട് വിൽപ്പനക്ക് വെച്ചു. വീട് വിൽപ്പനക്ക് എന്ന ബോർഡ് തൂക്കി. കുറെ ആളുകൾ ആ വീട് വാങ്ങാൻ വേണ്ടി വന്നു, വില ചോദിച്ചു. വന്നവരൊക്കെ തിരിച്ചുപോയി. കാരണം ജൂതൻ തന്റെ വീടിന് തിരിക്കുന്നത് വലിയ വിലയാണ്. വീടാണെങ്കിൽ ചെറു. ജൂതൻ പറയുന്ന വിലക്ക് ആ വീടില്ല. എല്ലാവരും തിരിച്ചുപോയി. ഒരാൾ മാത്രം ചോദിച്ചു, താങ്കളുടെ ഈ വീടിന് ഇത്ര വില എന്തിടുന്നു? ഈ വില കൊടുത്ത് വാങ്ങുന്ന ആൾക്ക് അത് നഷ്ടമായിരിക്കും. പിന്നെ എന്തേ താങ്കൾ ഇത്ര വില ഈ വീടിന് കണ്ടു? ജൂതൻ പറഞ്ഞു, എന്റെ വീട് എത്ര വില കൊടുത്ത് വാങ്ങിയാലും വാങ്ങുന്നവനത് നഷ്ടമായില്ല. കാരണം എന്റെ വീട് വാങ്ങുന്നവന് അയൽവാസിയായി ലഭിക്കാൻ പോകുന്നത് ഒരു മുസ്ലിമിനെയാണ്. ദാപുരത്ത് കാണുന്ന ആളുണ്ടല്ലോ, മുസ്ലിമാണ്. എത്ര വില കൊടുത്ത് വാങ്ങിയാലും നഷ്ടമാകില്ലടോ, അയൽവാസിയായി ലഭിക്കുന്നത് മുസ്ലിമിനെയാണ്.
ഉമ്മത്ത് മുഹമ്മദ് കേൾപ്പു, ഇത് കഥയുടെ ചരിത്രമാണ്. കഴിയുമോ നിങ്ങൾക്ക് ഈ പ്രവാചകനെ ഇങ്ങനെ പ്രതിദാനം ചെയ്യുവാൻ? അള്ളാഹുവിന്റെ ഹബീബ് നമ്മളിൽ നിന്നും കൊതിക്കുന്നതും അതാണ്. അതാണ് ഖുർആൻ പറഞ്ഞത്. ഞാൻ നേരത്തെ ഓതിയ ആയത്തിലൂടെ വല്ലദീന ആമനൂ ബിഹി, അദ്ദേഹത്തെ വിശ്വസിക്കുകയും അസ്സറൂഹു പിന്തുണക്കുകയും വനസറൂഹു സഹായിക്കുകയും വത്തബഉൻ നൂറല്ലദീ ഉൻസില മഅഹു, അദ്ദേഹത്തിൽ ഇറക്കപ്പെട്ട പ്രകാശത്തെ പിൻപറ്റുകയും ചെയ്യുക. നബിയെ പിൻപറ്റുക, നബി കൊണ്ടുവന്ന് നബിയെ പിൻപറ്റാന്ന് പറഞ്ഞാൽ നബിയുടെ ശരീരത്തിന്റെ അവശിഷ്ടങ്ങളിൽ വത്തബഉൻ നൂറ, നബി കൊണ്ടുവന്ന വെളിച്ചത്തെ പിൻപറ്റുക എന്ന് പറയുന്നത്. നമ്മുടെ ഉമ്മത്ത് കൊണ്ടു നടക്കുന്നതോ നബിയുടെ സുന്നത്തിനെ നമ്മൾ മാറ്റിവെച്ചു. അത് റിസ്കാണ്, അത് നഷ്ടമുണ്ടാക്കുന്നതല്ല. നിങ്ങളുടെ സമ്പത്തിന് പൊള്ളുന്ന കാര്യം വരുമ്പോ, നിങ്ങളുടെ വിവാഹത്തിൽ ദീനുൽ ഇസ്ലാമിനെതിരായ കാര്യം വരുമ്പോ ത്യാഗത്തിൽ ഇറങ്ങേണ്ടി വരും. നബിയെ നിങ്ങൾ മാറ്റുന്നു. എന്നിട്ടോ ബർക്കത്തിന് വേണ്ടി അൽ ഫാത്തിഹ. നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനെ പരിഹസിക്കുകയാണോ? നിങ്ങൾ അല്ലാഹുവിന്റെ ദീനിനെ കളിയാക്കുന്നു. അറിയില്ലേ നിങ്ങൾക്ക് ഈ നബി ആരാണെന്ന് ചരിത്രത്തിൽ? ഞാൻ പറയുക, നമ്മുടെ നബിയെ എങ്ങനെ നമ്മൾ സ്നേഹിക്കണം, ഈ കാലത്ത് എങ്ങനെ നമുക്ക് നമ്മുടെ നബിയുടെ സഹായിയായി മാറാം എന്നതിന്റെ ചില ചിന്തകളാണ്. ചരിത്രത്തെ നാം ഒന്ന് പിടിക്കുക. നമ്മുടെ ഈ ഉമ്മത്തുണ്ടല്ലോ, അൽ അമീന്റെ ഉമ്മത്താണ്. നോക്കൂ നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരാശിയിലേക്കുള്ള അന്ത്യദൂതനായി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അയക്കുമ്പോൾ എന്തായിരുന്നു അതിന്റെ മാനദണ്ഡം? ലോകത്തെ എല്ലാ ചക്രവർത്തിമാരും, ഭൂമിയിലെ രാജാക്കന്മാർ പോലും തങ്ങളുടെ ദൂതന്മാരെ അയക്കുമ്പോൾ, പുറം രാജ്യത്തേക്കുള്ള തങ്ങളുടെ സന്ദേശവാഹകരെ നിയോഗിക്കുമ്പോൾ ഏറ്റവും വിശ്വസ്തരെ നോക്കി, പ്രജകളിൽ ഏറ്റവും വിശ്വസ്തരെ നോക്കി തെരഞ്ഞെടുക്കും. അതാണ് അതിന്റെ ശരിയും. പ്രപഞ്ചനാഥൻ മാലിക്കുൽ മുൽക്കായ രാജാതിരാജനായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിലേക്കുള്ള തന്റെ അന്ത്യദൂതനായ അവസാനത്തെ ദൂതനായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തെരഞ്ഞെടുത്തപ്പോ ആ തെരഞ്ഞെടുപ്പിന്റെ മാനദണ്ഡവും എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ ചരിത്രം രേഖപ്പെടുത്തി. മക്കയിലെ കുഞ്ഞുകുട്ടി മുതൽ വയസ്സന്മാർ വരെ ഒറ്റ നാവ് കൊണ്ട് പറഞ്ഞു, അൽ അമീൻ, ഞങ്ങളുടെ മുഹമ്മദ് വിശ്വസ്തനാണ്. മുഹമ്മദിനോളം അൽ അമീൻ ലോകത്ത് വേറെയില്ല. എതിരാളികൾ പോലും വിശ്വസ്തൻ എന്ന് അംഗീകരിച്ച, ആകാശലോകവും അംഗീകരിച്ച, ജീവിക്കുന്ന നാടും ഒരേപോലെ വിളിച്ച ഒരു അൽ അമീൻ, വിശ്വസ്തൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ അമീനായത് ഖുർആൻ അവതരിച്ചതിന് ശേഷമല്ല, പിന്നെയോ ഭൂമിയിലെ ഏറ്റവും വിശ്വസ്തനെ തേടി വഹിയ ഇറാഖുവയിൽ വരികയായിരുന്നു. അതാണ് ചരിത്രം. മാനവരാശിയോടുള്ള അള്ളാഹുവിന്റെ സംസാരമാണല്ലോ ഖുർആൻ. 1400 കൊല്ലം മുമ്പ് തന്റെ സൃഷ്ടികളോട് അവസാനമായി ഖുർആൻ എന്ന വേദത്തിലൂടെ സംസാരിക്കാൻ തീരുമാനിച്ചപ്പോ ഭൂമിയിലെ ഏറ്റവും വിശ്വസ്തന്റെ നാവിലൂടെ മാനവരാശിയോട് സംവദിക്കുവാൻ പടച്ചതം വരാൻ തീരുമാനിക്കുകയായിരുന്നു. അൽ അമീൻ എന്തൊരു നബി! ജീവിതത്തിൽ ഒരിക്കൽ പോലും കളവ് പറഞ്ഞിട്ടില്ല. നബിയുടെ അടുത്ത് നിന്ന് ഒരിക്കൽ ഒരു സ്ത്രീ തന്റെ കുഞ്ഞിനെ കൈയാട്ടി വിളിച്ചു, വാമോനെ, മകൻ വരാൻ വേണ്ടി ഞാൻ നിനക്ക് സമ്മാനം തരാമെന്ന് പറഞ്ഞു, മോഹിപ്പിച്ചു. തന്റെ കുഞ്ഞു മകനെ നബിയെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി വാമോനെ സമ്മാനം തരാമെന്ന് ഉമ്മ സമ്മാനം തരാമെന്ന് പറഞ്ഞ് വിളിച്ചപ്പോ നബി ചോദിച്ചു, അവൻ വരുമ്പോ നീ സമ്മാനം കൊടുക്കോ? കുഞ്ഞ് വരുമ്പോ സമ്മാനം കൊടുക്കാൻ നിന്റെ കയ്യിൽ ഉണ്ടോ? ഉണ്ട് റസൂലേ. ഒരു പഴുത്ത കാര്യം കാണിച്ചു. നബി പറഞ്ഞു, കൊടുക്കണം. അവൻ വരുമ്പോ നീ കൊടുത്തില്ലെങ്കിലുണ്ടല്ലോ അള്ളാഹുവിന്റെ മലക്കുകൾ അത് കളവായി രേഖപ്പെടുത്തുമായിരുന്നു. സ്വന്തം മക്കളെ പോലും പറഞ്ഞ് വ്യാമോഹിപ്പിക്കരുത്.
അങ്ങനെയാണെങ്കിൽ പോലും കളവ് പറയരുത് എന്ന് പഠിപ്പിച്ച ഒരു പ്രവാചകൻ, അല്ലങ്ങനായ നബി. സീസറിന്റെ ചരിത്രം പഠിച്ചിട്ടില്ലേ നിങ്ങൾ? കിസ്റ, റോമിന്റെ രാജാവ്, സീസർ, ഹിർക്കൽ. നേരത്തെ പറഞ്ഞ ഹുദൈബിയ സന്ധിയുടെ പശ്ചാത്തലത്തിൽ നബിക്ക് സമാധാന അന്തരീക്ഷം കിട്ടിയല്ലോ. കാരണം അല്ലെങ്കിൽ എല്ലാം അതിനു മുമ്പുള്ള 6 വർഷം എപ്പോഴും യുദ്ധമാണ്. ഉഹുദ്, ബദർ, യുദ്ധങ്ങൾ, ഗസ്വത്തുകൾ, സരിയകൾ, പടനീക്കങ്ങൾ, നിരന്തര ശത്രുക്കളെ ശല്യം ചെയ്തുകൊണ്ടിരുന്നപ്പോ നബിയുടെ നല്ല സമയവും അതിൽ മുഴുകേണ്ടി വന്നു. ഇഷ്ടമില്ലാഞ്ഞിട്ട്, ഇഷ്ടത്തോടു കൂടിയല്ല. പക്ഷെ ഹുദൈബിയയിലെ കരാറോടുകൂടി മുസ്ലിങ്ങൾക്ക് സമാധാന അന്തരീക്ഷം കിട്ടി. ആ അവസരം ഉപയോഗപ്പെടുത്തി നബി എന്ത് ചെയ്തു? ലോകത്തെ രാജാക്കന്മാർക്ക് ഇസ്ലാമിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് കത്തെഴുതി. ഇസ്ലാമിക പ്രബോധകർ തേടേണ്ടത് അതാണ്. നാട്ടിൽ സമാധാന അന്തരീക്ഷം ഉണ്ടാകുമ്പോൾ ദീനുൽ ഇസ്ലാമിനെ പരിചയപ്പെടുത്താൻ പറ്റുള്ളൂ. സംഘർഷത്തിന്റെ ഭൂമിയിൽ ഇസ്ലാമിന് വളർച്ചയില്ല. ബഹുസ്വര സമൂഹവുമായി ഇടപെടുമ്പോഴാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് ഏതായാലും ഇല്ല, ഇവിടുന്ന് അങ്ങോട്ടേ പോകാനുള്ളൂ. ഇതാണ് സത്യം. ഇടപഴകാൻ അവസരം ലഭിക്കണം. നബിക്ക് ഹുദൈബിയ കരാറിനോട് ലഭിച്ചത് അതാണ്. അതിനെല്ലാം വിട്ടുവീഴ്ചയ്ക്ക് നബി തയ്യാറായത്. അതോടുകൂടിയാണ് മക്കയിൽ ഉടനീളം ദീനുൽ ഇസ്ലാം വളർന്നത്. അതുകൊണ്ടാണ് പിന്നീട് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ അല്ലാഹുവിന്റെ റസൂലെ അന്ന് പറഞ്ഞത് എത്ര ശരിയാണെന്ന് ഉമറിന് ഇപ്പോഴാണ് ബോധ്യപ്പെട്ടത്. വൈകാരിക ക്ഷോഭത്തിൽ നബി നബിയാണെന്ന് ചോദിച്ച ഉമർ നബിയുടെ നിലപാട് ശരിയാണെന്ന് കാലം തെളിയിച്ചപ്പോ തിരുത്തി മാപ്പ് പറഞ്ഞു. ഈ ഹുദൈബിയ കരാറിന് ശേഷം ഇത്ര 6-ാം വർഷം ലോകത്തെ രാജാക്കന്മാർക്ക് നബി ഇസ്ലാമിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് ദൂതന്മാരെ അയച്ചു. ചില രാജാക്കന്മാർ നബിയുടെ ദൂതന്മാരെ കൊന്നു, നബിയുടെ കത്ത് വലിച്ചു കയറിയവരുണ്ട്. പക്ഷെ റോമിലെ രാജാവ് സീസർ കത്ത് വായിച്ചു. കത്ത് വായിച്ച ഉടനെ തന്റെ സൈന്യാധിപരോട് സീസർ പറഞ്ഞു, ഈ പ്രവാചകൻ എന്ന് പറയുന്ന ഈ മുഹമ്മദ് എന്ന വ്യക്തിയെ പറ്റി അറിയുന്ന ഏതെങ്കിലും അറബി, ഏതെങ്കിലും ഒരു മക്കാരൻ നമ്മുടെ രാജ്യത്തുണ്ടോ? ഉണ്ടെങ്കിൽ എന്റെ മുന്നിൽ ഹാജരാക്കി, എനിക്കൊന്ന് അദ്ദേഹത്തെ പറ്റി. യാദൃശ്ചികമെന്നാണ് അന്ന് അബൂ സുഫിയാന്റെ നേതൃത്വത്തിലുള്ള ഒരു ഖുറൈശി കച്ചവട സംഘം ഷാമിൽ സിറിയയിൽ ചെന്നിട്ടുണ്ടായിരുന്നു. അന്ന് അബൂ സുഫിയാൻ നബിയുടെ ശത്രുവാണ്. നബിക്കെതിരെയുള്ള സകല നീക്കങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ആൾ അബൂജഹലിന്റെ കാലശേഷം. റോമിന്റെ സൈന്യാധിപർ രാജാവിന്റെ മുമ്പിൽ കൊണ്ടുവന്നത് അബൂ സുഫിയാനെയും സംഘത്തെയുമാണ്. രാജാവ് ചോദിച്ചു, ഈ മുഹമ്മദിനെ പറ്റി നിങ്ങൾ അറിയുന്നു? അബൂ സുഫിയാൻ പറഞ്ഞു, ഞങ്ങൾ അറിയുന്നു. ആർക്കാണ് എന്റെ ചോദ്യത്തിന് അദ്ദേഹത്തെ പറ്റി കൂടുതൽ പറയാൻ കഴിയുക? കൂടെ വന്നവരൊക്കെ പറഞ്ഞു, ഞങ്ങളുടെ നേതാവ് ഇദ്ദേഹമാണ്. അബൂ സുഫിയാനെ ചൂണ്ടിക്കാണി ഇദ്ദേഹം പറഞ്ഞു. രാജാവ് തന്റെ ദിവാഷിയോട് പറഞ്ഞു, പരിഭാഷകനോട് പറഞ്ഞു, ആ നേതാവിനെ മുന്നോട്ട് നിർത്തൂ, അണികളെ പിറകിലേക്ക് നിർത്തൂ. എന്റെ ചോദ്യങ്ങൾക്ക് അദ്ദേഹം സത്യവിരുദ്ധമായി മറുപടി പറഞ്ഞാൽ അവർ തിരുത്തും. ഇദ്ദേഹം വല്ല തെറ്റും പറഞ്ഞാൽ, നുണ പറഞ്ഞാൽ അവരത് പ്രകടിപ്പിച്ചു കൊള്ളണം. അബദ്ധം പറഞ്ഞാൽ, തെറ്റ് പറഞ്ഞാൽ, കളവ് പറഞ്ഞാൽ പ്രത്യാഘാതം വലുതായിരുന്നു. എന്നിട്ട് നബിയെ പറ്റി കുറെ ചോദ്യങ്ങളാണ് സീസർ ചോദിക്കേണ്ട നബിയെ പറ്റി. ഈ മുഹമ്മദ് എന്ന ഈ വ്യക്തിയുടെ കുടുംബ പശ്ചാത്തലം എന്താണ്? സുഫിയാൻ പറഞ്ഞു, അനാഥനായിരുന്നു. പക്ഷേ അന്തസ്സുള്ള ഒരു കുടുംബത്തിലാണ്, ഹാഷിം കുടുംബം എന്ന് പറയുന്നത്. ഞങ്ങളുടെ നാട്ടിൽ ഒരു നല്ല കുടുംബമാണ്. ചോദിക്കട്ടെ അബൂ സുഫിയാൻ, ഈ പ്രവാചകൻ എന്ന് പറയുന്ന ഇദ്ദേഹത്തിന്റെ കുടുംബത്തിൽ രാജാക്കന്മാർ ആരെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അബൂ സുഫിയാൻ പറഞ്ഞു, ഇല്ല, ഒരു രാജാവും ഇന്നേവരെ ആ കുടുംബത്തിൽ ഗോത്രത്തിൽ ഉണ്ടായിട്ടില്ല. ഇദ്ദേഹത്തെ പിൻപറ്റുന്നവർ സാധാരണക്കാരാണോ ധനികരാണോ കൂടുതൽ? അദ്ദേഹത്തിന്റെ കൂടെ കൂടുതലും സാധാരണക്കാരും പാവങ്ങളുമാണ്. അദ്ദേഹത്തിന്റെ അനുയായികൾ വർദ്ധിക്കുകയാണോ കുറയുകയാണോ? ഓരോ ദിവസം ചെല്ലുന്നതോറും അദ്ദേഹത്തിന്റെ അനുയായികൾ കൂടുകയാണ് രാജാവേ. അബൂ സുഫിയാൻ ചോദിക്കട്ടെ, ഈ പ്രവാചകൻ ജീവിതത്തിൽ എപ്പോഴെങ്കിലും കളവ് പറഞ്ഞതായി നിങ്ങൾക്കറിയും? അബൂ സുഫിയാൻ പറഞ്ഞു, ഇല്ല, ജീവിതത്തിൽ ഇന്നേ വരെ മുഹമ്മദ് കളവ് പറഞ്ഞിട്ടില്ല. ഞങ്ങൾ അനുഭവം കളവ് പറയില്ല അദ്ദേഹം. അബൂ സുഫിയാൻ
ആ പ്രവാചകനിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ക്ഷമിക്കണം രാജാവേ, ഞങ്ങൾ അദ്ദേഹത്തിൽ വിശ്വസിക്കുന്നില്ല, ഞങ്ങൾ അദ്ദേഹത്തിന് എതിർചേരിയിലുള്ള ആളുകളാണ്. സീസർ അമ്പരന്നു. ഞാൻ ആരോടാണ് ചോദിക്കുന്നത്? ഒരു പ്രവാചകന്റെ വ്യക്തിത്വത്തെ പറ്റി അറിയുവാൻ ഞാൻ ചോദിക്കുന്നത് എതിർചേരിയിൽ നിൽക്കുന്നവരോട്. അവർ പറയുന്നു ജീവിതത്തിൽ കളവ് പറഞ്ഞിട്ടില്ലാത്ത എനിക്ക്, ശത്രുവിന്റെ സാക്ഷ്യം. എന്നിട്ട് സീസർ പറഞ്ഞൊരു വാക്കുണ്ട്, ചരിത്രം രേഖപ്പെടുത്തി, ജനങ്ങളുടെ കാര്യത്തിൽ കളവ് പറയാൻ തയ്യാറല്ലാത്ത ഒരു മനുഷ്യൻ, ജനങ്ങളുമായി ബന്ധപ്പെട്ട ജനങ്ങളുടെ കാര്യത്തിൽ കളവ് പറയാത്ത ഒരു മനുഷ്യൻ ദൈവത്തിന്റെ കാര്യത്തിൽ കളവ് പറയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. സത്യദൂതൻ തന്നെ. എന്തൊരു വർത്തമാനമാണ്! ജനങ്ങളുടെ കാര്യത്തിൽ, അവരോടുള്ള സമീപനത്തിൽ, അവരോടുള്ള ഇടപാടുകളിൽ ജീവിതത്തിൽ കളവ് പറയാത്തൊരു മനുഷ്യൻ ദൈവത്തിന്റെ കാര്യത്തിൽ കളവ് പറയുക അസാധ്യം. കളവ് പറയില്ല അദ്ദേഹം. അതെ, ഒരു പ്രബോധകനെ അഭിസംബോധിതൻ ബോധ്യപ്പെടുന്ന ഒരു ഘട്ടമാണ് ഈ കാലത്ത്. പ്രവാചകനെ പ്രതിദാനം ചെയ്യുന്ന ഉമ്മത്ത് മുസ്ലിമ, ഞാനും നിങ്ങളും ഈ നാടിനെ നമ്മളെ ബോധ്യപ്പെടണോ? അല്ലമീനായ നബിയുടെ ഉമ്മത്തെ, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അണിയേണ്ട വർണ്ണം ഏത് എന്ന് ചോദിച്ചാൽ വിശ്വസ്തത എന്ന വർണ്ണം നിങ്ങൾ അണിയണം. ഒരു ബഹുസ്വര സമൂഹത്തിൽ അവരുടെ സമ്പത്തിന്റെ കാര്യത്തിൽ, അവരുടെ അഭിമാനത്തിന്റെ കാര്യത്തിൽ, അവരുടെ ജീവന്റെ കാര്യത്തിൽ, അവരുടെ പാരത്രിക മോക്ഷത്തിന്റെ കാര്യത്തിൽ വരെ വിശ്വസിക്കാൻ കഴിയുന്നവരാണ് ഈ മുസ്ലിങ്ങൾ എന്ന് ഈ സമൂഹത്തിന് ബോധ്യപ്പെടുന്ന ഒരു ഉമ്മത്തായി നാം തീരുക. നമ്മുടെ നബിയെ അങ്ങനെയാണ് നമുക്ക് സഹായിക്കാൻ കഴിയുക. ലാ ഈമാന ലിമൻ ലാ അമാനത ലഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാ, ഈമാൻ ഇല്ല അമാനത്തില്ലാത്തവൻ. അമാനത്തില്ലാത്തവന് ഈമാൻ, വിശ്വസ്തനല്ലാത്തവൻ മുഅ്മിനല്ല. നമ്മളെന്താ നബിയെ സ്നേഹിക്കാന്ന് പറഞ്ഞ വിചാരിച്ചു വെച്ചത്? ജീവിതത്തിന്റെ സകല ഇടപാടുകളിലും വാതുറന്ന നുണ പറയുക, കള്ളം പറയുക, അതൊക്കെ കപടവിശ്വാസിയുടെ ലക്ഷണമാണ്, മുനാഫിക്കിന്റെ ലക്ഷണം. വിശ്വസിച്ച വഞ്ചിക്കൂ, വൈദ ആഹദ ഖദറ, കരാർ ചെയ്താൽ ലംഘിക്കൂ, വൈദ ഹദ്ദസ കദവ, സംസാരിച്ച കളവ് പറയൂ, വൈദ ഹാസമ ഫജറ, തർക്കിച്ചാൽ അസഭ്യം പറയൂ. മുനാഫിക്കിന്റെ 4 ലക്ഷണം ലഭ്യമാണ്. പക്ഷെ മുഅ്മിനിന്റെ ലക്ഷണം എന്താ? വിശ്വസ്തനാണ്. ആർക്കാണ് വിശ്വാസം അനുഭവപ്പെടേണ്ടത്? ഈ വിശ്വസ്തത. മൻ അമിനഹുന്നാസ്. ആരാണ് മുഅ്മിൻ? അൽ മുഅ്മിനു മൻ അമിനഹു. ജനങ്ങൾ വിശ്വസിക്കുന്നവനാണ് മുഅ്മിൻ. ഞാൻ അവസാനിപ്പിക്കുന്നു. ഈ കാലത്ത് നമ്മുടേത് പോലുള്ള ഒരു ലോകത്ത്, ഒരു രാജ്യത്ത് നമ്മുടെ പ്രിയപ്പെട്ട പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കെങ്ങനെ സഹായിക്കാൻ കഴിയും എന്നതിന്റെ ചില ഭാഗങ്ങൾ മാത്രം നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചു എന്ന് മാത്രം. ആ നബി കൊണ്ടുവന്ന പ്രകാശത്തെ അനുധാവനം ചെയ്തുകൊണ്ട് ഈ ജീവിതത്തെ നമുക്ക് പെടുത്തിയ ഇത്തരം പ്രഭാഷണങ്ങൾ അതിനുള്ള നിമിത്തമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ അനുധാവനം ചെയ്ത് നബിയെ സ്നേഹിക്കുന്ന, നബിയും സ്നേഹിക്കുന്ന, സർവോപരി പടച്ചതമ്പുരാന്റെ തൃപ്തി ലഭിക്കുന്ന നാളെ മഹ്ശറയിൽ സിറാത്ത് എന്ന കടമ്പ കടക്കുമ്പോ, അതൊരു കടമ്പയാണല്ലോ. റസൂൽ പറഞ്ഞു, റഹമും അമാനത്തും, കുടുംബബന്ധവും വിശ്വസ്തതയും സിറാത്തിന്റെ 2 ഭാഗങ്ങളിലും മഹ്ശറയിൽ നിശ്ചയിക്കപ്പെടും. സിറാത്ത് കടന്നു പോകുന്നവർ പലതരക്കാരാ. യമുറുക മർറിൽ ബർഖ്, മിന്നൽ പിണർ വേഗതയിൽ സിറാത്ത് കടന്നു പോകുന്നവരുണ്ട്. യമുറുക മർറിൽ റീഹ്, കാറ്റിന്റെ വേഗതയിൽ കടന്നു പോകുന്നവരുണ്ട്. പക്ഷിയുടെ വേഗതയിൽ കടന്നു പോകുന്നവരുണ്ട്. ഓടുന്ന വേഗതയിൽ കടന്നു പോകുന്നവരുണ്ട്.
സ്വന്തം ഊരയിൽ നിരങ്ങി പോകുന്നവരുണ്ട്, പോകുന്നവരുടെ നരകത്തിലേക്ക് ആപതിക്കുന്നവരുണ്ട്, നരകത്തിന്റെ കൊടുത്ത് വലിച്ചെടുക്കപ്പെടുന്നവരുണ്ട്, നരകത്തിലേക്ക് വീണുകൊണ്ടിരിക്കുന്ന ആളുകൾ. വേറെ ചിലരാകട്ടെ വേഗം സ്വർഗത്തിലേക്ക് വേഗം പോകുന്നവർ സ്വർഗത്തിലേക്ക്, മലക്കുകളെ കാത്തിരിക്കണവരെ സ്വർഗത്തിന്റെ വാതിലുകൾ, അനശ്വരതയുടെ വാതിൽ, ഇനി മരണമില്ലാത്ത ലോകത്തേക്ക് വരുമെന്ന് പറഞ്ഞ് സ്വാഗതം ചെയ്യാൻ മലക്കുകൾ സ്വർഗ കവാടം തുറന്നു വച്ചിരിക്കുന്നു. പക്ഷേ ഒറ്റ കടമ കടക്കണം, സിറാത്ത് കടക്കണം. റസൂൽ പറഞ്ഞു, സിറാത്തിന്റെ യമീനിലും ശിമാലിലും വലത് ഇടത് ഭാഗത്ത് ഒന്ന് റഹമ, കുടുംബ ബന്ധത്തെ നിശ്ചയിക്കും പടച്ചവൻ. രണ്ടാമത് അമാനത്തിനെ നിശ്ചയിക്കും, സത്യസന്ധതയെ, വിശ്വസ്തതയെ. ഇത് കടന്നു വേണം പോകാൻ. എന്തായി പറഞ്ഞതിന്റെ അർത്ഥം അറിയോ? കുടുംബ ബന്ധം വിച്ഛേദിച്ചവനെ നീ സിറാത്ത് കടക്കില്ല കേട്ടോ. വിശ്വാസബന്ധന കാണിച്ചവനെ, അമാനത്ത് നഷ്ടപ്പെടുത്തിയവനെ സിറാത്ത് കടക്കില്ല കേട്ടോ. നമ്മുടെ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അല്ലമീനായ നബിയുടെ ഉമ്മത്തായി വരുവാൻ, ഉയർന്നു നിൽക്കുവാൻ സർവശക്തൻ അതിന് നമ്മെ തുണക്കുമാറാകട്ടെ. പ്രവാചകന്റെ ഉത്തമ അനുയായികളായി ജീവിച്ച് മരിക്കുവാനുള്ള ഭാഗ്യം റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ സമൂഹത്തിനും നൽകി. അല്ലാഹു നമ്മെ, നമ്മുടെ സമുദായത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ വീഴ്ചകളെ പടച്ചതമ്പുരാൻ നമുക്ക് മാപ്പാക്കുമാറാകട്ടെ. അല്ലാഹു അവന്റെ കാരുണ്യത്തിന്റെ വിശാലത കൊണ്ട് നമ്മുടെ എല്ലാ പാപങ്ങളെയും പുറത്തു കൊടുക്കുവാനാകട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയ നമ്മുടെ കാരണവന്മാർ, നമ്മുടെ പൂർവികന്മാർ, അവർക്കെല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ ഖബറുകളെ പടച്ചതമ്പുരാൻ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. പടച്ചവനെ, ഞങ്ങളുടെ മാതാപിതാക്കളുടെ ഖബറുകളെ വിശാലമാക്കി കൊടുക്കാൻ തമ്പുരാനെ. പടച്ചവനെ, ഞങ്ങളുടെ മാതാപിതാക്കളുടെ ഖബറുകളെ നീ കുടുസാക്കല്ലേ അല്ലാഹ്. അവരുടെ ഖബറിലേക്ക് നീ പ്രകാശം ചെയ്യണേ തമ്പുരാനെ. സ്വർഗത്തിന്റെ വാതിൽ അവരുടെ ഖബറുകളിലേക്ക് നീ തുറന്നിടണേ തമ്പുരാനെ. ഞങ്ങളെയും അവരെയും നിന്റെ സ്വർഗത്തിൽ നീ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും നിന്റെ സന്മാർഗത്തിലേക്ക് നീ വഴിതെളിക്കണേ തമ്പുരാനെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. ربنا تقبل منا دعاءنا يا مقبل الدعوات. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. اللهم اشف امراضنا يا شافي الامراض واشف امراضنا وامراض والدينا يا رب العالمين. ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان ولا تجعل في قلوبنا غلا للذين امنوا ربنا انك رؤوف رحيم. واخر دعوانا الحمد لله. السلام عليكم ورحمه الله وبركاته.